ആഗ്രഹം ഒരു കവിയെ കാണണം എന്നുള്ളതായിരുന്നു. നാട്ടിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഈ ഒരു BK പ്രദീപ എന്നു പേരുള്ള ഒരു മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞപ്പ പ്രദീപ എന്നാണ്, എങ്കിലും അദ്ദേഹം BK പ്രദീപ എന്ന ഉള്ള പേരിൽ അറിയപ്പെടുന്നത്. പലർക്ക് കച്ചവടമാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ ബൈബിളിലെ ഒരു ഭാഗം തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നാട്ടിലെ പല കാര്യങ്ങളും ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തോടോ കഥാസന്ദർഭത്തോടോ ബന്ധപ്പെടുത്തി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തെ മനസ്സുകൊണ്ട് നമസ്കരിക്കും. ഇതാണ് ഒരു കവി എന്ന്. നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു, ചുരുണ്ട മുടിയും നല്ല നല്ല പ്രസന്നമായ ചിരി, ഒരു കച്ചവടക്കാരൻ്റെ ഒരു ഇതുമില്ല. അപ്പോൾ കവി ഒരു സുന്ദരനായിരിക്കും എന്ന് മനസ്സിലായി. സ്കൂളിലെ വാർഷികത്തിന് തിരുവനന്തപുരത്ത് നിന്ന് 3 കവികൾ വന്നു. എനിക്കൊരു ഉത്സവ ദിവസമായിരുന്നു. അവരും ഇതുപോലെ ചുരുളം മുടിക്കാരും സുന്ദരന്മാരുമായ കവികളായിരുന്നു. അപ്പം ആദ്യത്തെ ആൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം പ്രസംഗിക്കുന്നില്ല, എനിക്ക് പിന്നാലെ വരുന്നൊരു പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളും പറഞ്ഞു, ആദ്യം പ്രസംഗിക്കുന്നില്ല, അടുത്ത ആൾ പ്രസംഗിക്കുന്നു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഇനി ആരും പ്രസംഗിക്കാനില്ലാത്തത് കൊണ്ട് ഞാനും പ്രസംഗിക്കുന്നില്ല അധികം എന്ന് പറഞ്ഞു. അപ്പം കവികളിങ്ങനെ ഉത്തരവാദിത്വം പിന്നാലെ വരുന്നവർക്ക് പകർന്നു കൊടുത്ത് ഒരു ചടങ്ങുണ്ട് എന്നെനിക്ക് അന്ന് അങ്ങനൊരു സൗകര്യം ഉണ്ടെന്നും തോന്നി. അതുകൊണ്ട് ഞാനധികം പ്രസംഗിക്കുന്നത് ശരിയല്ല. ഇവിടെ ഒന്നാന്തരം കവികളുടെ ഒരു വലിയ സദസ്സുണ്ട്. അവർ ഇവിടെ നേരത്തെ എന്നോട് ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് മിനിമം ടൈം ഉപയോഗിച്ചാൽ മനോഹരമായി എന്നാണ്. ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും സ്വതന്ത്രനാവുന്നത് കവിതയിലാണ്. കവിതയാണ് എൻ്റെ സ്വാതന്ത്ര്യം. അവിടെയാണ് എൻ്റെ മനസ്സ് ഉത്തേജിതമാകുന്നത്, നിർഭയമാകുന്നത്, ശിരസ് ഉന്നതമാകുന്നത്, തീരുമാനങ്ങൾ പ്രത്യാശാ നിർഭരം ആകുന്നത്. അങ്ങനെ ഒരു സ്ഥലം, അത്തരം അല്ലെങ്കിൽ ഒരു ഊർജ തരംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ബാക്കിയാണ്. ഈ കണ്ട ദുരന്തങ്ങളൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ഒരെണ്ണം ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും വളരെ കാലമായിട്ട് ഈ ലോകത്ത് ഹിംസ ഇങ്ങനെ പെരുകി വരുന്നതിനോട് വിഷമിച്ചിട്ടും കവികൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ വലുതാണ്. ഇപ്പം അറേബ്യയിലെ ദർവീസിനെ പോലുള്ള കവികൾ, ഇന്ത്യയിൽ ഇക്ബാൽ മുതൽ ഉള്ള കവികൾ, ഒരുപാട് കവികൾ, ആധുനിക കവികൾ മുഴുവനും ഇന്ത്യയിലെ ഹിന്ദിയിലും ഉറുദുവിലും ബംഗാളിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ഈ ഹിംസയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നാം തരം കവിതകൾ ഇന്നലെ ഇല്ലാത്തത് ലോകത്തെ എല്ലാ ഭാഷകളിലും, ആഫ്രിക്കയിലെ മുഴുവൻ ഭാഷകളിലും, ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിലും വേറൊരു മഹത്തായ ഒരു പ്രതിരോധ സംസ്കാരം കവിത സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കവികളൊക്കെ ആ നിലയിൽ വലിയൊരു ആത്മീയമായ പുതിയൊരു സാഹോദര്യം തന്നെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക മനുഷ്യത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിരോധപരമായ ഐക്യമാണ് മനുഷ്യത്വം എന്നുള്ള ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതോടൊപ്പം വേറൊരു സംഗതിയുണ്ട്. ഇന്ന് നാം ഏറ്റവും നല്ല കവിതയിൽ ഈ സ്വാതന്ത്ര്യവും നിർഭയതയും ഈ സെൽഫ് ഡിഗ്നിറ്റിയും പ്രതിഷേധവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ മോശം കവിതകളുണ്ട്. ദുർബലമായ കവിത അഗാധമായ ദാസ്യം അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരെയും ദാസ്യപ്പെടുത്താനുള്ള, കീഴ്പ്പെടുത്താനുള്ള, ഓരോരുത്തരെയും ഏതെങ്കിലും തരത്തിൽ അനുസരിപ്പിക്കാനുള്ള ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നതായ അദൃശ്യമായ ചില കേന്ദ്രങ്ങൾ ചരിത്രത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ അജ്ഞേയമോ അദൃശ്യമോ ആയ ആജ്ഞാകേന്ദ്രങ്ങളെ നോക്കിയിരുന്നാൽ ആർക്കും ദാസ്യപ്പണി ചെയ്യും. കവികളെന്നല്ല, ഒരു മനുഷ്യരും വേറൊരാൾക്ക് ദാസ്യപ്പണി ചെയ്യാൻ ഇടവരാത്ത ഒരു കാലമാണ് കവിത ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഒന്നിനു വേണ്ടിയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതും. അങ്ങനെ ഒരു ദാസ്യത്തിൽപ്പെടാതെ, ഇന്നിപ്പോൾ പഴയ പോലെ ചങ്ങലയ്ക്കൊന്നും ഇട്ട് അടിമയാക്കില്ല, പക്ഷെ കാണാത്ത ചങ്ങലകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ എല്ലാ വിരലിലും ചങ്ങലയുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചിന്തയിൽ ചങ്ങലയുണ്ട്. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഒരു മൈക്രോ ലോകമുണ്ട്, ഒരു സൂക്ഷ്മ പ്രപഞ്ചം.
കവികളൊക്കെ സംസാരിക്കുന്നത് ആ സൂക്ഷ്മ പ്രപഞ്ചത്തോടാണ്. അതുകൊണ്ട് കുറച്ച് പറഞ്ഞാൽ മതി, ആ സൂക്ഷ്മ പ്രപഞ്ചത്തിന് കൂടുതൽ മനസ്സിലായിക്കൊള്ളും. അങ്ങനെ ഒരു അഗാധ വിനിമയത്തിൻ്റെതായ ലയമാണ് കവിത ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തമ്മിൽ ഛിന്ന ഭിന്നമായി പോകാതിരിക്കാൻ കാരണമാകുന്നതും അത്തരം ഒരു സ്നേഹത്തിൻ്റെയും എന്താ പറയുന്നത്, പിന്തുണയുടെയും ഐക്യപ്പെടലിൻ്റെയുമായ ഈ ലയം കൊണ്ടാണ്, അർപ്പണം കൊണ്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കവിത വായിക്കുന്നു. കൊന്ന് നേടുന്നത് എന്നാണ് കവിതയുടെ പേര്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് മേലെ കവിളു എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം കിട്ടി. അത് എസ് ജോസഫ് എഡിറ്റ് ചെയ്തതാണ്. എസ് ജോസഫ് അൻവറും ഒക്കെ കൂടി എഡിറ്റ് ചെയ്തതാണ്. അത് ഞാനിപ്പോൾ ജോസഫിനോട് പറയുമായിരുന്നു, അതൊരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മുടെ കാലത്തെ ഏറ്റവും സ്നേഹമുള്ള ഒരു പ്രവർത്തനമാണ്. അത് ഏറ്റവും ദരിദ്രനായ, ഇല്ലാത്തവനായ, പട്ടിണി കിടക്കുന്നവനായ ഒരുവനെ ആശ്ലേഷിച്ച് നിർത്തുന്നതാണ്, മരണാനന്തര ആശ്ലേഷമാണത്. ആ ഒരു പ്രഖ്യാപനം കേരളീയ മനുഷ്യത്വത്തിൻ്റെ വലിയ ഒരു ഉച്ചത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് കവികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനതിന് ജോസഫിനെയും സുഹൃത്തുക്കളെയും അനുമോദിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ ദാസ്യത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധമാണ് താനും. കൊന്ന് നേടുന്നത്. ചോരക്കുഞ്ഞിനെ ഞെക്കിക്കൊന്നത് കാമുകനെ കെട്ടാനെന്ന് അമ്മ. സോളമൻ സംശയിച്ചു. കൊന്ന് നേടുന്ന പ്രേമമോ? ജയമോ? സ്വത്തോ? മോചനമോ? കീർത്തിയോ? കൊല്ലലല്ലാതൊരു വഴി നോക്കാറുന്നില്ലേ? യുവർ ഓണർ. പെട്ടിയിലടച്ച് പുഴയിൽ ഒഴുക്കാൻ നോക്കി. വറ്റിപ്പോയിരുന്നു പുഴ. അറ്റുപോയിരുന്നു. തണലിൽ കിടത്താൻ നോക്കി. അറ്റുപോയിരുന്നു ശകുന്തങ്ങളുടെ വംശം. ദേവാലയപ്പടിയിൽ സമർപ്പിക്കാൻ നോക്കി. കുരങ്ങന്മാർ ചേറി വന്നു. കാക്കകൾ കൊത്തി ഓടിച്ചു. ഉള്ളിൽ കുന്തങ്ങൾ വാകിയ സാത്താനിക് കീർത്തനങ്ങളായിരുന്നു ഗോപുരം കാവൽ. വഴിയരികിൽ ഉറക്കാൻ നോക്കി. വിശന്ന നരി മുരളുന്നുണ്ടായിരുന്നു തെരുവുപട്ടിയുടെ കണ്ണിൽ. കാട്ടുമൂവന്തിയിൽ ഉപേക്ഷിക്കാൻ നോക്കി. ഈറ്റപ്പുലി ചീറി വന്നു. ആടുകേറാമലയിൽ കഴുകൻ പാറയിൽ വെച്ചു പോരാം 10,000 രൂപയ്ക്കെന്ന് കൊട്ടേഷൻ വന്നു. വളർന്ന് തന്തേക്കൊല്ലിയും തള്ളേക്കെട്ടിയുമായി തിരിച്ചു വന്നാലോ എന്ന് പേടിയായി. പാരമ്പര്യത്തിൻ്റെ ഉപദേശമൊന്നും സഹായമായില്ല. അമ്മത്തൊട്ടിലിന് മീതെ തിരുനക്ഷത്രമല്ല ഒളിക്യാമറയാണെന്ന് തോന്നി. മടങ്ങി. ജനിച്ച് മുഖം തെളിയാതെ കെടുത്താൻ കരുതിയ ഉറകളും ഗുളികകളും ചതിച്ചു. അവൻ്റെ സമ്മതവും വേണമായിരുന്നു മറ്റെന്തിനും. അവനോ കൽക്കത്തയിലും. മദർ തെരേസയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിംഗ് തിരക്കിൽ. ശാഠ്യമായിരുന്നു അവന്. വേണ്ടാതെ വന്ന ഈ കരിങ്കുഞ്ഞിനെ വേണ്ടെന്ന്. എന്നും പറഞ്ഞു, നിന്നെപ്പോലൊരു സുന്ദരിക്കുട്ടി പിറക്കും നമുക്കെന്ന്, അവളെ സിനിമാ നടിയാക്കാന്ന്. കുഞ്ഞില്ലാ വീട്ടിലെ കെടാത്തീ കെടുത്താൻ പലവട്ടം ഫോൺ ചെയ്തു. എടുത്തില്ല. പുത്തനോട് പിടിച്ച് കൊണ്ടു ചെന്നു. ഗേറ്റ് തുറന്നില്ല. 7 മക്കളുള്ള ദാസി ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. വിശ്വാസം വന്നില്ല അവളിലെ ദേവിയിൽ. ഇറങ്ങിച്ചെല്ലാൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ മൊബൈൽ. എത്രയും വേഗം അവൻ എത്തണമായിരുന്നു എന്നെയും കൂട്ടി കൽക്കത്തയിൽ മദറിൻ്റെ ബാക്കി ഷൂട്ടിന്. വഴിമുട്ടി. മൂക്കും വായും പൊത്തി. അമർന്നില്ല കൈ.
നിലച്ചിരുന്നില്ല ശ്വാസം. വാടിയ തളിർ വാഴച്ചോട്ടിൽ കിടത്തി. മൃദുവായ ഇരുട്ടു പുതപ്പിച്ചു. പൂവും കണ്ണീരും ചൊരിഞ്ഞു. അവളെ ഭൂമാതാവ് പുണരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തിരിഞ്ഞു നോക്കിയില്ല കണ്ണ്. മനസ്സ് കാറ്റിൽ വാഴയിലയായി ഉഴറിയിട്ടും. കരച്ചിൽ കേട്ട് നോക്കി നോക്കി ചെന്നപ്പോഴേക്ക് വിഷം തീണ്ടിയിരുന്നെന്ന്, നീലിച്ചിരുന്നെന്ന് ദാസി. നമസ്കാരം. നമസ്കാരം. എനിക്ക് പുറകിൽ 10-19 കവികളുണ്ട്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. കവിത ചൊല്ലാം. സാധാരണ മറ്റുള്ളവരുടെ കവിതയുടെ അടുക്കളയിലേക്ക് എത്തിച്ചു നോക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റേതായുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഒളിച്ചു നിന്ന് എൻ്റെ വീട്ടിലെ കാഴ്ച കാണുന്നു. അതാണ് കവിത. ആ വീട് അവനെയവൾ പ്രേമമെഴുതി പഠിപ്പിച്ച മണലിൽ പുഴ വന്ന് വാക്യത്തിലൊലിക്കുന്നു. പലതും നടക്കുന്നുണ്ടവിടെ. ഇടിവെട്ടും മഴയും മഴവില്ലും ഇവിടെ നിന്നാൽ കാണാം. മക്കളെ പെറില്ലിനി, മക്കളെ നടില്ലിനി, ഒക്കെയും ഫലിതമാണെന്ന് ഉച്ചതിരിഞ്ഞാലും വർത്തമാനത്തിൻ തൊലിയുരിഞ്ഞ ഭവിഷ്യത്തിൻ വൃദ്ധശാഖയിൽ തത്തപ്പൊത്തുകൾ ചിലയ്ക്കുന്നു. കഥയിലില്ലാത്തൊരു ചോദ്യമായി അവളുടെ മുടി വേറെടുക്കയാണ് അവന്റെ വിരലുകൾ. അവിടെ ദൈവം കുന്തിച്ചിരിക്കും. ഓലക്കീറുമിടയും പുരപ്പുറമേയും ആകാശം പോലും. പഴയ മരം നടുനിവർത്തി ഇലകൾക്ക് ചില ചില്ലകൾ മാത്രമെങ്കിലും കരുതിടും. പതിയെ ചെറു ചെറു ചെടികൾ കുഴികുത്തി നടുവാൻ വിറയ്ക്കുന്ന കയ്യുകൾ നീളും. വിത്തുപരതും നിലം മെല്ലെ കിളച്ചുമറിച്ചിടും. ഒന്നിനും കുറവില്ലാതങ്ങനെ, ചിരി പോലെ ഒന്നുമേ പോകാതങ്ങനെ തുടം വയ്ക്കും. കയറിയിരിക്കുവാൻ പറയുമവൾ. നടകയറും നേരം കയ്യിൽ പിടിച്ച് നടത്തിക്കും. അവളെ അവൻ രാഗചകിതം ചുംബിച്ചിടും. അവനെ അവൾ ചീരയരിയാൻ പഠിപ്പിക്കും. ഉടലിനടുക്കള നനഞ്ഞ വിറകിന്നുമിട നൽകിടും. പുകയില്ലാതെ തെളിഞ്ഞിടും. ശകലം മടുപ്പിന്റെ വായിൽ വയ്ക്കുവാനില്ല അവിടെ. അടുപ്പത്തും ഉള്ളിലും ഉയിരിലും അറിയും പരസ്പരമെന്ന കൽപ്പന ചുണ്ടിൽ. മധുരം പകരുമെന്നെപ്പോഴും സ്വപ്നം കാണും. അത്രയ്ക്ക് സ്വീകാര്യത വാക്കുകൾ പുലർത്തിടും. അത്രയ്ക്ക് വിശ്വാസ്യത കർമ്മങ്ങൾ തുടർന്നിടും. വിത്തിടും പോലെ ക്ഷീണവ്യഗ്രത വിതച്ചിടും. അത്രയും കഴിയുമെന്നുത്സാഹം മുളച്ചിടും. പറ്റുന്ന പോലെ തൊടും, പറ്റുന്ന പോലെ പാടും, പറ്റുന്ന പോലെ ചിത്രം വരയ്ക്കും, മായ്ക്കും. നൊന്താൽ പറ്റുന്ന പോലെ എണ്ണിപ്പെറുക്കി കരഞ്ഞിടും. പറ്റുന്ന പോലെ മൂത്രമൊഴിക്കും, കലഹിക്കും. പറ്റുന്ന പോലെ മുറിക്കുള്ളിലും തൂറും. തെറ്റുപറ്റിയ പോലെ കള്ളലക്ഷണം കാണിച്ചിടും. തച്ചനെപ്പോലെ മരം കൊത്തിയ ശപിച്ചിടും. കുട്ടികൾ വന്നാൽ പന്തു തട്ടുവാൻ കൊതിച്ചിടും. അവിടെ ഇരിപ്പത് കാക്കയോ വണ്ണാത്തിയോ? ജനലിൽ കൂടി പലവട്ടം ഈ ചോദ്യം നീളും. പറ്റുന്ന പോലെ നുണക്കിളിയെ പറപ്പിക്കും. അപ്പോഴും ഉമിനീരിൽ ഒലിക്കും വിചാരങ്ങൾ. ഇത്തിരി പകരണം, ഇത്തിരി പകർത്തണം, ഇത്തിരി ഓർമ്മിക്കണം, ഇത്തിരി മറക്കണം. ഒരിടത്ത് ഒരു നാട്ടിൽ, ഒരിടത്ത് ഒരു വീട്ടിൽ, ഒരിടത്ത് ഒരു കട്ടിൽക്കാലുകൾ അനങ്ങുന്നു. പതുക്കെ പുണരുമ്പോൾ ഇടിഞ്ഞ മുലകൾക്ക് കിഴക്ക് പുലരിയാണ് അത്ഭുതം നടിക്കുന്നു. കെ.ആർ. ടോണി. കവിതയുടെ പേര് ജ്ഞാനപീഡനം.
10 ദശാബ്ദക്കാലമായി കലാസപര്യ തുടരുന്ന എന്നെ പുരസ്കരിക്കാനും പൊന്നാട ചാർത്താനും പുകഴ്ത്താനും എത്തിച്ചേർന്ന കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജില്ലാ, ഏരിയ, ലോക്കൽ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാർ, സാംസ്കാരിക തലതൊട്ടപ്പന്മാർ, ശിങ്കിടിപാടികൾ എന്നിവർക്കെല്ലാം എൻ്റെ അഗൈതവമായ വണക്കം. ഈ മുഹൂർത്തത്തിൽ എന്നോടുള്ള ഇണക്കവും പിണക്കവും മറന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ശത്രുക്കൾ, മിത്രങ്ങൾ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, പിച്ചക്കാർ തുടങ്ങിയവർക്കും അഗൈതവമായ വണക്കം. എൻ്റെ അഗൈതവമായ കലാസപര്യ ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് അത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. സമ്പൂർണമായ സംസ്ഥാന ദേശീയ ബഹുമതികളോടെ എന്നെ കെട്ടിയെടുക്കും വരെ എന്റെ അനുസ്യൂതമായ കലാസപര്യ നിർവിഘ്നം തുടരാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. ബ്രാക്കറ്റിലെ കയ്യടി. എന്റെ മാത്രമല്ല എല്ലാവരുടെയും ചിങ്കിടിപാടികൾ സർവത്ര വളർന്ന് വലുതാവട്ടെ. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് നമോ റിപ്പബ്ലിക്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു കൊള്ളുന്നു. എനിക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി കവിതയുമായി നമ്മളോട് സംവദിക്കാൻ എത്തുന്നു ശ്രീ S. ജോസഫ്. കവിതയുടെ പേര് നരകത്തിൽ. നരകത്തിൽ പല വീടുകളിലും താമസിച്ചിട്ടുണ്ട്. ജാതിയും മതവുമുള്ളവരും ഇല്ലാത്തവരും. മിശ്രവിവാഹിതരായിരുന്നു ചിലർ. ഒരു കവി എന്ന നിലയിൽ എല്ലാവരും വീട്ടിൽ കയറ്റി ഭക്ഷണം തന്നു. ജാതി ചോദിച്ചില്ല, പറഞ്ഞുമില്ല. വഴിച്ചെലവിന് പണം തന്നവരും വസ്ത്രങ്ങൾ വാങ്ങിത്തന്നവരുമുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയവരുണ്ട്. ജോസഫേ, നീ എവിടെയാണ്? അവർ ഇടയ്ക്ക് വിളിക്കും. ഞാൻ ഈ ഇല്ലിക്കൂട്ടത്തിലുണ്ട്. ഞാൻ പറയും, അവിടെ എന്തെടുക്കുക? പക്ഷികളെ നിരീക്ഷിക്കുക. അവർക്കായി തിരിച്ചൊന്നും ചെയ്തില്ല. പകരം മറ്റു പലരെയും വീട്ടിൽ കൊണ്ടുവന്നു. അവർക്ക് ഉടുപ്പുകൾ വാങ്ങിക്കൊടുത്തു. ചികിത്സാ ചെലവ് വഹിച്ചു. പണം അയച്ചു കൊടുത്തു. ശ്രമണ, നീ എവിടെയാണ്? ഞാൻ അവരെ വിളിച്ചു. ആദ്യം പറഞ്ഞ സ്നേഹിതർ വിചാരിച്ചു കാണുമോ ഞാൻ നുണ പറഞ്ഞെന്ന്? ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല എന്നവർ വിചാരിക്കില്ല. അവർ അത്രമാത്രം വലിയവരാണ്. എൻ്റെ വഴിയാത്രകളിൽ വലിയവരെ മാത്രമേ കണ്ടുള്ളൂ. ഏത് സമനിരപ്പിൽ നിന്ന് നേരെ നോക്കിയാലും നിരപ്പിലുള്ളത് മാത്രമേ കാണാനാവുകയുള്ളൂ. എല്ലാ സമനിരപ്പുകൾക്കും അവസാനവുമുണ്ട്. അവിടുന്ന് താഴോട്ട് നോക്കിയാൽ നരകം കാണാം. തീയിൽ വീണ് നിലവിളിക്കുന്നവർ, അപമാനിതർ, കീറിമുറിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ, ഭ്രാന്ത് പിടിച്ചവർ, മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും താഴെ വീണവർ, പിച്ചക്കാർ, ചിതലരിക്കുവോർ. എനിക്ക് നൽകപ്പെട്ടതിൽ ചിലതെല്ലാം ഞാൻ നരകത്തിലെത്തിച്ചു.
തിരികെ എത്താനാവാതെ തീയിൽ ഞാനും എരിയുന്നു. അപ്പോഴും ആദ്യം പറഞ്ഞവർ വിളിച്ചു, ജോസഫേ, നീ എവിടെയാ? ഞാൻ ഈ ഇല്ലിക്കൂട്ടത്തിലുണ്ട്. ഞാൻ പറയും, അവിടെ എന്തെടുക്കുക? പക്ഷികളെ നിരീക്ഷിക്കുക. നമസ്കാരം. കവിതാ വായനയ്ക്കായി ശ്രീ വീരാൻകുട്ടി മാഷെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. 5 മിനിറ്റിൽ താഴെയുള്ളൂ സമയം, അതുകൊണ്ട് ചെറിയ കവിതകൾ വായിക്കാം. വിറയൽ. എയ്ത ശേഷമുള്ള ഞാണിന്റെ വിറയൽ നിലയ്ക്കുന്നില്ല. എയ്ത ശേഷമുള്ള ഞാണിന്റെ വിറയൽ നിലയ്ക്കുന്നില്ല. അസ്ത്രം ചെന്ന് നിർവഹിച്ച കൃത്യം അതറിഞ്ഞു കാണണം. അസ്ത്രം ചെന്ന് നിർവഹിച്ച കൃത്യം അതറിഞ്ഞു കാണണം. ഉരകമേ, പത്തി ഉയർത്തിയുള്ള ആ ഒരു നിമിഷത്തെ നിൽപ്പിൽ ഇന്നോളമുള്ള നിന്റെ മുഴുവൻ ഇഴച്ചിലുകളും റദ്ദായി പോയിരിക്കുന്നു. നയതന്ത്രം. അഴിമുഖം ചൂണ്ടി പുഴ കടൽ എന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് മാറി മാറി നോക്കിക്കൊണ്ടിരുന്ന കൊച്ചുമകൾ വെള്ളം എന്ന് ചിരിച്ച് ആ യുദ്ധം എത്ര എളുപ്പം തീർപ്പാക്കി. തനിച്ച്. കാടായി നിന്നില്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ മനസ്സിലായിക്കൊള്ളുമെന്നൊരു താക്കീത് കടന്നുപോയ ചെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരത്തെ കണ്ടു. കാടായി നിന്നില്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ മനസ്സിലായിക്കൊള്ളുമെന്നൊരു താക്കീത് കടന്നുപോയ ചെരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തെ കണ്ടു. കാട്ടിനുള്ളിലും തനിച്ചാണു ഞാൻ എന്ന പാട്ടിൽ നിവർന്ന് ഇളക്കമില്ലാതെ നിശബ്ദം. സാക്ഷി. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ദൈവമേ, എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഒരു നിഴലിനെ നീ ഒപ്പം വിട്ടത്. പേടി. ഉണർന്നെഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ പേടിയാണ്. അടുത്ത നിമിഷം അയാൾ ഒരായുധം കയ്യിലെടുത്തേക്കാം. ഉണർന്നെഴുന്നേറ്റ് വരുന്ന മനുഷ്യരെ പേടിയാണ്. അടുത്ത നിമിഷം അയാൾ ഒരായുധം കയ്യിലെടുത്തേക്കാം. ഉറങ്ങുന്നവരെ വിശ്വസിക്കാം, സ്വപ്നത്തിലല്ലാതെ അവർ ആയുധം തൊടുകയില്ല. മരിച്ചവരാണ് ഏറ്റവും നല്ലവർ, അവർക്കിനി ഒരാളെയും കൊല്ലാൻ ആവാത്തതിനാൽ. ചെറുതിന്റെ പ്രയോജനം. ഈ ചെറുവിരൽ എന്തിന് എന്ന് തോന്നാം, അതുകൊണ്ട് എന്ത് പ്രയോജനം? കഴിക്കുമ്പോൾ അത് ചോറിൽ കുഴയുന്നില്ല, കുടിക്കുമ്പോൾ ഗ്ലാസ്സിലും പതിയുന്നില്ല, പേന പിടിക്കാനും വേണ്ട, ചൂണ്ടാനോ നൂല് കോർക്കാനോ തീരെ ആവശ്യമില്ല. തല്ലുമ്പോഴാകട്ടെ അത് മറ്റ് വിരലുകളോട് സഹകരിക്കുന്നേയില്ല. എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത്. എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത്. അവസാനത്തെ കവിത. കണ്ണുകളെ ജലസംഭരണിയാക്കി വെച്ചത് നന്നായി. നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കും. കണ്ണുകളെ ജലസംഭരണിയാക്കി വെച്ചത് നന്നായി. നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കും. നമസ്കാരം. കവിതയുമായി നമുക്കൊപ്പം എത്തുന്നത് ശ്രീ എസ് കലേഷാണ്. കലേഷിന് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. കവിതയുടെ പേര് പാട്ടുകൾ അവരുടെ പാട്ടുകൾ പാട്ടുകൾ. വെയിലിന് മരം എന്ന വീടുണ്ട്, വീടിന് തണൽ എന്ന മുറ്റവും. മുറ്റത്ത് ഇലകൾ എന്ന നീറുകളും, നീറുകൾക്ക് കവരങ്ങൾ എന്ന നടപ്പാതകളും. ആ പാതകളിലൊന്നിൽ തേൻകൂട് എന്ന റേഡിയോ തൂങ്ങിക്കിടക്കുന്നു. 100 ഗായകർ മൂളിക്കൊണ്ടേയിരിക്കുന്നു. പാട്ടുകൾ അവരുടെ പാട്ടുകൾ പാട്ടുകൾ. ഒരു കവിത കൂടി. പായുന്നൊരാൾക്കൂട്ടം. നോബർട്ട് പാവന റോഡ് അടച്ചിട്ട അറ്റ്ലാന്റിസ് റെയിൽ ഗേറ്റിൽ ചെന്നിടിച്ചു നിന്നതിനാൽ സാമറായി വെട്ടിത്തിരിച്ച് ഒരു പീടികയ്ക്ക് മുന്നിലൊതുക്കി ഇരുണ്ട ചുണ്ടുകൾ കാറ്റിലേക്ക് പുളുത്തി പുകയൂതി. പീടികയ്ക്ക് പിന്നിൽ പുറമ്പോക്ക്, ചെറിയ വീടുകൾ, ഇടുങ്ങിയ മുറ്റത്ത് പന്തുമായി പിടഞ്ഞോടും ഇരുണ്ട കുട്ടികൾ. ആ പന്തുരുണ്ടു ചെന്നു വീഴും കനാൽ, അവിടെ പുളയ്ക്കും പിലോപ്പികൾ. മണം കാറ്റിൽ പറക്കുന്നു പുഴുകിയ മണം. കനാലിനൊഴുക്ക്
കെട്ടിയടച്ച മതിൽ, അതിനുൾവശത്ത് കെട്ടി ഉയർത്തിയ ബഹുനില ആകാശം, മതിലിന് പുറത്തേക്ക് തല വീശുന്ന ബോഗൻവില്ല, അതിനു കീഴേ ചുരുണ്ട മുടുക്കിലൂടെ പഴയ ബൈക്കുകളിൽ ചീറി മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ. അവർ മുതിർന്നിരിക്കുന്നു. പായുന്നു പാതയിലൂടെ തീവണ്ടി, പായുന്നൊരാൾക്കൂട്ടം, പാറുന്നു കരിങ്കൊടി, വേഗം വേഗം എന്ന ചലനവാക്യം. പായുന്നു പാതയിലൂടെ തീവണ്ടി, പായുന്നൊരാൾക്കൂട്ടം, പാറുന്നു കരിങ്കൊടി, വേഗം വേഗം എന്ന ചലനവാക്യം. അടച്ചിട്ട റെയിൽ ഗേറ്റ് തുറക്കെ ബൈക്ക് എടുക്കാൻ ഒരുങ്ങുന്നു എങ്കിലും താക്കോലിന്റെ പല്ലുകൾ തേഞ്ഞിരിക്കുന്നു. സ്പീഡോമീറ്റർ ആവി മൂടിയിരിക്കുന്നു. സൈലൻസറിൽ ചുരുണ്ടിരിപ്പുണ്ട് ഒരു വെള്ളിക്കെട്ടൻ. നമ്പർ പ്ലേറ്റിൽ അപരിചിത ലിപികൾ, അതിനൊത്ത അക്കങ്ങൾ. ഉയരങ്ങളുടെ ചുവടയിൽ, വേഗങ്ങളുടെ നടുവേൽ പതുങ്ങി പഴകി നിൽക്കുന്നൊരാൾ, ഒരാളിൽ ഒരാൾക്കൂട്ടം. കവിതാ വായനയ്ക്കായി ശ്രീ MR രേണുകുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിത വാരി വാരി പിടിക്കും. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ആകുന്നതിന് മുമ്പ് അപ്പൻ അമ്മയുടെയും അമ്മ അപ്പന്റെയും മാത്രമായിരുന്നു. അപ്പന്റെ വീട് അക്കരയും അമ്മയുടെ വീട് ഇക്കരയുമായിരുന്നു. ഇക്കരക്കടവിൽ അപ്പൻ ദിവസവും 4 നേരം കുളിച്ചു. അക്കരക്കടവിൽ അമ്മ അലക്കിയ തുണികൾ പിന്നെയും കുത്തിപ്പിഴിഞ്ഞു. കഴുകിയ പാത്രങ്ങൾ പിന്നെയും കഴുകിത്തെളിച്ചു. സ്റ്റീല് പാത്രം കൊണ്ട് അപ്പന്റെ കണ്ണിലേക്ക് സൂര്യനെ തെറിപ്പിച്ചു. അമ്മയുടെ കാതുകളിൽ അപ്പന്റെ പാട്ട് തത്തിക്കളിച്ചു. പലകമറയിൽ ഒട്ടിച്ചിരുന്ന യേശുദാസിന്റെ പടം കീറി അവിടെ അമ്മ കരി കൊണ്ട് അപ്പന്റെ പേരെഴുതി. കയ്യിൽ പറ്റിയ കരി തലയിൽ തൂത്തു. ആറ്റിലേക്ക് ചാഞ്ഞ തെങ്ങിൽ 2 ആൾ പൊക്കത്തിൽ കുറുകയൊരു കമ്പ് വെച്ചുകെട്ടി അതിൽ കയറിയിരുന്ന് അമ്മയ്ക്ക് വേണ്ടി അപ്പനൊരു കോളാമ്പിയായി മാറി. അവിടിരുന്ന് അപ്പൻ പാടുമ്പോൾ ചാണകത്തറയിൽ പുൽപ്പാ വിരിച്ച് ജനലിലൂടെ അപ്പനെയും നോക്കി കണം കാലുകളിളക്കി അമ്മ ഓളം വെട്ടിക്കിടക്കും. നിലാവുള്ള രാത്രികളിൽ കടവുകളിൽ നിന്നും നീന്തി പുഴയുടെ നടുക്കെത്തി ഇരുവരും മധുരം കൊണ്ടൊരു ദ്വീപ് പണിയും. ഇടത് കൈകൊണ്ട് അപ്പൻ അമ്മയെയും വലത് കൈകൊണ്ട് അമ്മ അപ്പനെയും വാരി വാരി പിടിക്കും. നിലയെല്ലാ കയത്തിൽ താണുപോകാതവർ മറുകൈകളാൽ തുഴഞ്ഞുകൊണ്ടേയിരിക്കും. തുണി കീറുന്ന പോലെ വേർപെട്ട് ഇരുകരയിലേക്കും അവർ മലർന്നു നീന്തി പിരിഞ്ഞാലും പുഴയിലെ നടുവിലെ വെള്ളം പിന്നെയും മധുരിച്ചു കിടക്കും. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും കടവിലേക്ക് അവർ ഒരുമിച്ച് നീന്തിക്കേറുന്നത് കാത്ത് ഞാൻ അവരുടെ ഉള്ളിൽ നുരകുത്തിക്കൊണ്ടേയിരിക്കും. ഉറക്കം വരാതെ ഇക്കരക്കടവിൽ അക്കരയ്ക്ക് നോക്കി ബീഡി വലിച്ചു തല്ലുന്ന അപ്പനോട് പുഴ നീന്തിക്കടക്കപ്പ എന്ന് പറയാൻ മൊഴിയില്ലാത്ത എന്റെ ഒരു പാതി ഞെളിപിരി കൊള്ളും. രാവേറെ ചെന്നിട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അമ്മയുടെ ചെവിയിൽ പുഴ നീന്തിക്കടക്കമ്മ എന്ന് പറയാൻ നാവില്ലാത്ത മറുപാതി എരിപൊരി കൊള്ളും. അമ്മയ്ക്കും അപ്പനുമിടയിൽ വെറുതെ എന്തിനൊരു പുഴ, ഇക്കരകൾ അക്കരകൾ, വെറുതെ എന്തിനൊരു ഞാൻ എന്നും തോന്നാതിരിക്കില്ല. എങ്കിലും അവരെ വാരി വാരി പിടിക്കും. നന്ദി. കവിതാവതരണത്തിനായി ശ്രീ വിഷ്ണു പ്രസാദിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹം. കവിതയ്ക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല.
പക്ഷേ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധി കാലഘട്ടങ്ങളിലും മനുഷ്യരെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ട്. എല്ലാ കവികൾക്കും ചിലപ്പോൾ ശബ്ദിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, എനിക്കും പറ്റുന്നില്ല. എങ്കിലും അതുകൊണ്ട് കവിതയെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഇത്രയും ദൂരം വന്നിട്ട് ഒരൊറ്റ കവിത മാത്രം അവതരിപ്പിച്ചു പോകാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അവിടെ 2 കവിത ഞാൻ അവതരിപ്പിക്കും. എൻ്റെ രാഷ്ട്രത്തിൻ്റെ ആകാശത്ത് എന്നാണ് ഈ കവിതയുടെ പേര്. എൻ്റെ രാഷ്ട്രത്തിൻ്റെ ആകാശത്ത് ഒരു രാത്രി ഒരു തല ഉദിച്ചു വന്നു. എൻ്റെ രാഷ്ട്രത്തിൻ്റെ ആകാശത്തെ ഒരു രാത്രി ഒരു തല ഉദിച്ചു വന്നു. ആ രാത്രി പുറത്തിറങ്ങിയവരെല്ലാം ആകാശത്ത് ഒരു തല കണ്ട് സ്തബ്ധരായി. കുന്നുകളിൽ നിന്നും, സമതലങ്ങളിൽ നിന്നും, കാടുകളിൽ നിന്നും, കായലുകളിൽ നിന്നും, നദികളിൽ നിന്നും, നഗരങ്ങളിൽ നിന്നും അവരതിനെ നോക്കി നോക്കി വിസ്മിതരായി. ആദ്യമൊക്കെ സംശയിച്ചു, പിന്നെ ഉറപ്പിച്ചും അവർ ആ തലയെ നോക്കി വിളിച്ചു, ഹിറ്റ്ലർ! ഹിറ്റ്ലർ! മുറമീശയുള്ള ആ ഭീകരൻ തല എന്റെ രാജ്യത്ത് നോക്കി ചിരിച്ചു. ആകാശത്ത് നിന്ന് ചോര പെയ്തു. ഞങ്ങൾ ഭയന്ന് കഥകടച്ചും കണ്ണുകളടച്ചും കിടന്നു. ഉണർന്നപ്പോഴും ഇരുട്ടിന്റെ ചിറക് വിരിച്ച് ആ തല അവിടെ തന്നെ നിന്നു. അതിന്റെ മുഖരോമങ്ങൾ വളർന്നു. അത് ഞങ്ങളെ നോക്കി വിളിച്ചു, ഭായിയോ ബഹനോ. പക്ഷേ രക്തമൊഴുകുന്ന ഒരു വാൾത്തല മേഘങ്ങൾക്കിടയിൽ നിന്ന് അത് വലിച്ചൂരി ഞങ്ങളുടെ വീടുകളിലേക്ക് ചൂണ്ടി. അതിന്റെ വാൾത്തല നീണ്ടു നീണ്ടു വന്ന് ഞങ്ങളുടെ വീടുവാതിലുകളിൽ കുത്തി നിന്നു. ആ വാൾത്തലയുടെ അസഹ്യമായ ചൂടിൽ ഞങ്ങളുടെ പാടങ്ങൾ കരിഞ്ഞു. ഞങ്ങളുടെ കർഷകർ സ്വന്തം മണ്ണിൽ കരിഞ്ഞു വീണു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണു. ഹിറ്റ്ലർ! ഹിറ്റ്ലർ! ഇറങ്ങിപ്പോകൂ! ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ആകാശം തിരിച്ചു തരൂ എന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ മുട്ടി ഞങ്ങൾ പാടി. ഓരോ വീടുകളിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി വരിവരിയായി നടന്ന തെരുവുകളിൽ കൂടി മനുഷ്യരായ മനുഷ്യരെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആകാശത്തേക്ക് നോക്കി ഞങ്ങൾ ഉച്ചത്തിൽ പാടി, ഹിറ്റ്ലർ! ഹിറ്റ്ലർ! ഇറങ്ങിപ്പോകൂ! ഹിറ്റ്ലർ! ഹിറ്റ്ലർ! ഇറങ്ങിപ്പോകൂ! ഞങ്ങളുടെ പാട്ടുകൾ മേഘങ്ങളായി പൊന്തി. മേഘങ്ങളിൽ ഞങ്ങൾ കരുതി വച്ചിരുന്ന ഇടിവാളുകൾ ആ തല 100ആയി നുറുക്കി കടലിലെറിഞ്ഞു. നക്ഷത്രങ്ങൾ വീണ്ടും തെളിഞ്ഞു. മനുഷ്യർ മനുഷ്യരെ സ്നേഹിച്ചില്ലെങ്കിൽ ആ തല നമ്മുടെ ആകാശത്ത് വീണ്ടും ഉദിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു. അതായിരുന്നു ഒരു കവിത. അടുത്തത് പ്രേമപ്പനി എന്ന് പറഞ്ഞ ഒരു കവിതയാണ്. രണ്ടും പഴയ കവിതകളാണ്. പ്രേമപ്പനി. എല്ലാ പിണക്കത്തിന്റെയും 3-ാം നാൾ അയാൾക്ക് കൃത്യമായി പനി വരും. അപ്പോഴെല്ലാം അവൾ ഓടി വന്നു. ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു, പാരസെറ്റമോൾ കൊടുത്തു, തുണി നനച്ച് ചൂടപ്പി കൊടുത്തു. പനി മാറി, പിണക്കവും മാറി. എല്ലാ തവണയും എന്താണ് ഇങ്ങനെ? വെറുതെ ഇരുന്നപ്പോൾ അവൾ ആലോചിച്ചു, അവളില്ലാതെ അയാൾക്ക് ജീവിക്കുവാൻ വയ്യ. സൂര്യ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയാൽ അലിഞ്ഞു പോയേക്കാവുന്ന ഒരു ജന്തു. അവൾക്ക് ചിരി വന്നു, പ്രേമവും. ആണുങ്ങളോളം ദുർബലരായ ജനവിഭാഗം ഭൂമിയിലില്ല.
ആരോടും ഇത് പറയുകയില്ലെങ്കിലും അവൾ ഉറപ്പിച്ചു. അവൾക്ക് നല്ല ആത്മവിശ്വാസവും തോന്നി. അവൾക്കിത് നല്ല ആത്മവിശ്വാസവും നൽകി. അവളിപ്പോൾ കൂടുതൽ സുന്ദരിയായി. അവൾ ഒരു പാട്ടുപാടി. ഒന്നുകൂടി പിണങ്ങുവാൻ എന്താണൊരു വഴി എന്നവൾ ആലോചിച്ചു. ആ 3-ാം നാളിലെ പനിയോടാണ് അവൾക്കിപ്പോൾ പ്രേമം. സന്തോഷം, സ്നേഹം. ശ്രീകുമാർ കരിയാടിനെ കവിതാ വായനയ്ക്കായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. സ്നിഗ്ധ പത്മ എന്നുള്ളൊരു കഥാപാത്രം വരുന്ന 3-4 കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു കവിതയാണ്, അല്പം പഴയതാണ്. വാസ്തുപുരുഷനും സ്നിഗ്ധപത്മയും. വാസ്തുപുരുഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെട്ടിടത്തിൽ കെട്ടിക്കിടക്കുകയും നിറയിട്ട് പൊന്തുകയും ചെയ്യുന്ന പുല്ലിംഗവാദത്തെയാണ് എന്ന് സ്നിഗ്ധപത്മ സ്ഥാപിച്ചു. അർദ്ധരാത്രികളിൽ ഭൂമിയിലെ സർവത്ര കെട്ടിടങ്ങളും അതാതിൻ്റെ വലിപ്പത്തിലുള്ള പുരുഷന്മാരായി മാറുകയും നിർലജ്ജം വാസ്തുലിംഗങ്ങൾ പുറത്ത് പ്രദർശിപ്പിച്ച് അശ്ലീലമായി അട്ടഹസിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. കുടിൽ മുതൽ കൊട്ടാരം വരെ നീണ്ടുകിടക്കുന്ന ഈ പുല്ലിംഗപ്രഹസനത്തിൻ്റെ അറപ്പയ്ക്കുന്ന കാഴ്ച അവളെ ഛർദിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത ജീവികൾ എത്രയോ വിശുദ്ധരും ഉന്നതരുമാണെന്ന് അന്നവൾ ചിന്തിച്ചു. കിളിക്കൂടുകളിലോ നരിമടകളിലോ ഉറുമ്പിൻ്റെ കൂനകളിലോ ഈ വൃത്തികെട്ട ലിംഗപ്രദർശനം നടക്കുന്നില്ല. കിളികൾ കൊണ്ടുവരുന്ന നാരുകളിലും ചുള്ളിക്കമ്പുകളിലും ഒളിച്ചിരിക്കുന്ന നന്മയെ അവൾ തൊഴുതു. ഹിംസ്ര മൃഗങ്ങൾ കയറിക്കിടക്കുന്ന പൊത്തുകൾ കളങ്കരാഹിത്യത്തിൻ്റെ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് ആദരവോടെ വീക്ഷിച്ചു. ചിലന്തിവല്ലകൾ വിശപ്പിൻ്റെ ഒരൊറ്റക്കുരുതിയോടെ കുമ്പസാരിച്ച് കാറ്റത്ത് സ്വയം തകർന്ന് അപ്രത്യക്ഷമാകുന്നതിലെ നീതിയും അവൾ അറിഞ്ഞു. ജീവിയിൽ സൂക്ഷ്മരൂപത്തിൽ ഒളിച്ചിരിക്കുന്ന പ്രാണൻ തന്നെയാണ് കൂടുകളുടെ ബീജം എന്ന സത്യത്തെ മനുഷ്യൻ മാത്രമാണ് വിസ്മരിക്കുന്നതെന്ന വാസ്തവം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ വിരൂപ ലിംഗങ്ങൾ ധാരാളമായിരുന്നു. ബ്രാക്കറ്റിൽ ആദ്യത്തെ ഇഷ്ടിക പാകുന്നതോടെ തന്നെ ഈ വാസ്തുപുരുഷൻ എന്ന മോൺസ്റ്റർ ജനിക്കുന്നത് വീഡിയോ പ്രദർശനത്തിലൂടെയായിരുന്നു സ്നിഗ്ധപത്മ വിശദീകരിച്ചിരുന്നത്. പാർട്ടിയാപ്പീസ് മുതൽ മഹാക്ഷേത്രങ്ങൾ വരെ കുന്തിച്ച് മലവിസർജനത്തിനെത്തുന്ന മട്ടിൽ ഇരിക്കുന്ന വാസ്തുപുരുഷന്റെ കക്കൂസുകളാണെന്നും അവൾ കൂട്ടിച്ചേർത്തു. വാസ്തുപുരുഷന്റെ തീട്ടം കൊണ്ട് നാട്ടുനഗരങ്ങളായി മാറിയ ആവാസകേന്ദ്രങ്ങളുടെ എണ്ണമറ്റ കണക്കുകളും അവൾ അവതരിപ്പിച്ചു. ശ്രീ ശിവകുമാർ അമ്പലപ്പുഴയെ കവിതാ വായനയ്ക്കായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അതിര് എന്ന കവിതയാണ്. ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടുകൾ അല്ലെങ്കിൽ അയൽ വീടുകൾ നോക്കുക. ഒപ്പം വൈകുന്നേരങ്ങളിലുള്ള വാർത്താ വായന, അത് പുറം ലോകമാണ്, അതും കൂടി ശ്രദ്ധിക്കുക. അതിർ. അവരുടെ ആടും കോഴിയും വന്ന് അമ്മമ്മയുടെ വിത്തുകീരത്തടം ചിക്കിയതിന്ന തുടക്കം. അവരുടെ മൂവാണ്ടനിൽ കഞ്ഞി പൂത്തതാന്ന് അറിയാതെ ഞങ്ങളുടെ അപ്പുണ്ണി എറിഞ്ഞു വീഴ്ത്തിയത് പിന്നത്തേത്. അവരുടെ ആടും കോഴിയും വന്ന് അമ്മമ്മയുടെ വിത്തുകീരത്തടം ചിക്കിയതിന്ന തുടക്കം. അവരുടെ മൂവാണ്ടനിൽ കഞ്ഞി പൂത്തതാന്ന് അറിയാതെ ഞങ്ങളുടെ അപ്പുണ്ണി എറിഞ്ഞു വീഴ്ത്തിയത് പിന്നത്തേത്. ഇസ്രയേലിനെതിരെ പലസ്തീൻ വിമോചകർ കുട്ടികളെ മനുഷ്യ ബോംബായി ഉപയോഗിച്ചതിനെ ലോകം അപലപിച്ചു. ഏടുകോരിയത് ഇടിഞ്ഞിടിഞ്ഞ് ഞങ്ങളുടെ വേലി കടന്നു അവരുടെ കുളം. ഇടുകോരിയത് ഇടിഞ്ഞിടിഞ്ഞ് ഞങ്ങളുടെ വേലി കടന്നു അവരുടെ കുളം. വേറെ ഇടമില്ലാഞ്ഞാണ് ഞങ്ങള് വേലിച്ചോട്ടിൽ ചാണകക്കുഴി തോണ്ടിയത്.
ഇസ്രയേൽ ജലവിതരണം നിർത്തിയത് വെസ്റ്റ് ബാങ്കിലേക്കുള്ള 40,000-ഓളം ഫലസ്തീനികളെ ബാധിക്കും. ഞങ്ങളുടെ ഷൈനിപ്പൂച്ചനെ അവരുടെ ടോമിപ്പട്ടി കടിച്ചു. ടോമിയുടെ മോന്തയ്ക്ക് അപ്പുണ്ണിയുടെ അമ്മ ചൂടുവെള്ളം ഒഴിച്ചു എന്ന് അവര്. രാസായുധങ്ങളുടെ ഹീനമായ മുറയും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ മുകളിലത്തെ നിലയ്ക്ക് വാസ്തുദോഷം പറഞ്ഞ് വാടകക്കാരെ ഓടിച്ചത് അവര്. അവരുടെ ചെക്കൻ്റെ ജാതകത്തില് മാലയോഗം ഇല്ലെന്ന് പറഞ്ഞത് ഞങ്ങളാണത്രേ. ഞങ്ങളുടെ മുകളിലത്തെ നിലയ്ക്ക് വാസ്തുദോഷം പറഞ്ഞ് വാടകക്കാരെ ഓടിച്ചത് അവര്. അവരുടെ ചെക്കൻ്റെ ജാതകത്തില് മാലയോഗമില്ലെന്ന് പറഞ്ഞത് ഞങ്ങളാണത്രേ. യുദ്ധത്തിലേക്കാളേറെ സൈനികർ സിയാച്ചനിൽ ഹിമപാതത്തിൽ മരിക്കുന്നു. ഉത്സവ കമ്മിറ്റിയില് എന്നെ തെറി വിളിച്ചത് അവൻ. എഴുന്നള്ളത്തിന്റെ ഇടയില് കുഞ്ഞപ്പൻ റോഡി അവനെ തല്ലിയത് ഞാൻ പറഞ്ഞിട്ടാണത്രേ. ഗോലാൻ കുന്നുകൾ പിടിക്കാൻ ഹെസ്ബൊള്ളയുമായും കൈകോർക്കുമെന്ന് സിറിയ. തെക്കേ മൂലയ്ക്ക് അമ്മമ്മയുടെ പട്ടട വെക്കരുതെന്ന് പരാതി കൊടുത്തില്ലയോ അവര്? ചക്ക വീണ് അവന്റെ കെട്ടുകൾ കിടപ്പായപ്പോ ഞങ്ങൾ കാണാൻ പോയതുമില്ല. യോർദാൻ അതിർത്തിയിൽ വെസ്റ്റ് ബാങ്കിൽ നിർവീര്യമാക്കപ്പെടാത്ത മൈൻപാടങ്ങൾ മനുഷ്യർക്കും കന്നുകാലികൾക്കും ഭീഷണിയാകുന്നു. എന്നിട്ടും എങ്ങനാന്നറിയത്തില്ല ഞങ്ങളുടെ മോളും അവരുടെ ചെക്കനും ഒളിച്ചോടി രജിസ്റ്റർ കല്യാണം ചെയ്തു. ഇവിടുത്തെ അപ്പുണ്ണിയും അവിടുത്തെ കൊച്ചുമോനും വേലി നൂണ്ട് സാറ്റുകളി. ഞങ്ങളുടെ ഷൈനിപ്പൂച്ചയ്ക്ക് ഇപ്പം അവരുടെ ടോമിപ്പട്ടിയാണ് കാവല്. അവന്റെ പെങ്ങളും അളിയനും ഞങ്ങളുടെ മുകളിലത്തെ വാടകക്കാരായി. ഇവിടുത്തെ കീരയ്ക്ക് നല്ല രുചിയാന്ന് അവന്റെ ആട്ടിൻകുട്ടി. ഞങ്ങളുടെ അപ്പുണ്ണിയാണേൽ അവരുടെ മാവേന്ന് ഇറങ്ങുന്നേയില്ല. ഞങ്ങളുടെ ചാണകവളം ഇട്ടേ പിന്നെ അവരുടെ തെങ്ങില് കാഫലം കൂടി. മഴയത്ത് അവരുടെ കുളം കവിഞ്ഞ് ചാഞ്ഞൊടിഞ്ഞ വേലി ചാടി ബ്രാലും കൂരിയും ഞങ്ങളുടെ മുറ്റത്ത്. മഴച്ചാലിൽ ഒരു കടലാസ് തോണിയിൽ അഭയാർത്ഥികൾ ഉറുമ്പുകൾ ചുവന്ന ഉടുപ്പും നീലക്കാലുറയുമായി മണലിൽ കമിഴ്ന്നടിഞ്ഞ് ഒരു പാവക്കുട്ടി. മതിലുകൾ ഇടിഞ്ഞ് മുൾവേലികൾ അടർന്ന് ദേശാന്തരങ്ങളില്ലാത്ത മൃഗങ്ങളും കിളികളും വിതച്ച് അതിരുകളെല്ലാം മൂടിത്തഴച്ച കൊടുങ്കാടുകളിൽ മുയലും സിംഹവും മാനും മയിലും പടയുടുപ്പില്ലാതെ കവാത്തു ചെയ്യുമ്പോൾ വഴിതിരിഞ്ഞ് ഒരു പുഴ അങ്ങോട്ടൊഴുകുമ്പോൾ മലയിറങ്ങി ഒരു കുന്ന് ഇവിടെ പൊന്തുമ്പോൾ തുരുമ്പിച്ച കുഴലുകളും പട്ടകളും തിളക്കമറ്റ ഉണ്ടകളും കളിക്കൊപ്പുകളാക്കി അപ്പുറത്തെയും ഇപ്പുറത്തെയും കുട്ടികൾ ചങ്ങാത്തം കൂടി കളിക്കുമ്പോൾ മഴയും വെയിലും മഞ്ഞും പൂക്കളും കാലം തെറ്റിക്കാതെ കടന്നുവരും. കാടുകേറുന്ന സ്വപ്നങ്ങളാണ് കവിതയാകുന്നത്. ചില കവിതകൾ നേരുമാകും. നന്ദി. അടുത്തതായി കവിതയുമായി എത്തുന്നു ശ്രീ എസ് കണ്ണൻ. കവിതയുടെ പേര് കുരവ. കാടിനെ കാണാൻ തിരിഞ്ഞു നടക്കുന്നു, നാട്ടിൽ നിന്നെന്നെ പിഴുതെറിയുന്നിതാ. നിശ്ചലം സ്തബ്ധമക്കാടിന്റെ കാഴ്ചയിൽ വേഗമേയില്ല, ഇലയനങ്ങുന്നില്ല, കാറ്റില്ല കൊമ്പുകൾ, കോതി മുനിയുന്ന മുന്നിയുമില്ലതിൽ. പിന്നിലായി കാർമുഖം ആകാശപിഞ്ചിക, നീണ്ടു നിവരും കരിയിലത്താരകൾ,
നോക്കിപ്പകച്ച് വിളറിയ വൃക്ഷങ്ങൾ 1000 കണ്ണും ഉന്നിത്തുറിച്ചൊരു ഗോത്രം ചകിതമായി നിൽക്കുന്നതാകും. പാറകയത്തിൽ പതിച്ചതിൻ ശേഷമാനാദം ചുഴിയിൽ നിന്നുദ്ഗമിക്കും പോലെ മേലവിധാനത്തിൽ നിന്നും ആ പക്ഷിതൻ മൂളൽ നടുങ്ങി കടന്നുപോയി ചോരയിൽ. വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞെത്തിയ നേരം പെരുകുന്ന കൂട്ടം പുറവഴി തോറും നിറയുന്ന കാഴ്ചയിൽ ബാലകൻ തന്റെ പിതാവ് മരിച്ചെന്നറിഞ്ഞുടൻ കാട്ടിലേക്കോടി മറയുന്ന ദൃശ്യങ്ങൾ കണ്ട സിനിമതൻ അന്ത്യമോർക്കുന്നു ഞാൻ. ഏറും ഇരുളും നയിച്ചങ്ങു കൊണ്ടുപോയി സന്ധ്യവൃണമായെരിയുന്ന കോണിലായി വേടുമുരത്ത മരത്തിന്റെ കൈത്തലം ചാരിമയങ്ങുന്ന ബാലന്റെ ചിത്രണം. ഇന്നീ വഴിയിലരണ്ട മുഖവുമായി നന്നേ നടുങ്ങിയ ജീവസഹസ്രങ്ങളൊന്നായിരമ്പമർത്തുന്ന ചോലയിൽ ആ ഘോരനാഴിക തേടിക്കടന്നു ഞാൻ. ഇത്രയും കാലം പരിഷ്കൃത ജീവിതം എന്നെ പഠിപ്പിച്ച കാത്തിരിപ്പിന്റെ രഹസ്യത്തിന്റെ മൂർത്തിയാണിന്നിതാ മുന്നിൽ കഴൽ കുത്തി നിൽക്കുന്നു. ഇറകൾ കൊണ്ടഴിയിട്ടതാം ഏരികൾ ശ്രേണിയിൽ കൂടി ശരമെയ്ത് കണ്ണുകൾ മേടുകൾ മേയുന്നു മേഘപ്രതീതികൾ. നീളുന്ന താരയിൽ ജാഗരമല്ലാതെ സൂര്യൻ നിറം മിങ്ങി വീണ ചതുപ്പിലും ഏറും സമയത്തിൻ രേഖയതല്ലാതെ തന്നിൽ മയങ്ങാൻ തുടങ്ങുന്ന കാടിന് ഞെട്ടലിൽ നിന്ന് വിടുതിയുണ്ടാകുമോ? മുഖമാണെങ്കിലും അട്ടഹാസത്തിന്റെ കമ്പനം ഉള്ളിലടക്കുന്ന കാടിന്റെ പച്ചഞരമ്പിൽ പിടഞ്ഞ് നടന്നു ഞാൻ. ശ്രീമതി ഇന്ദിര അശോകനെ കവിതാ വായനയ്ക്കായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. കവിതയുടെ പേര് ശബ്ദശായി. നാദങ്ങളുടെ താരാട്ടുതൊട്ടിലിൽ ഞാനുറങ്ങുന്നു ജീവപ്രപഞ്ചമേ. നാദങ്ങളുടെ താരാട്ടുതൊട്ടിലിൽ ഞാനുറങ്ങുന്നു ജീവപ്രപഞ്ചമേ. രാത്രി പാദസരം കുടഞ്ഞിന്നെൻ്റെ വീട്ടുചുറ്റും വലം വച്ചു പോകുമ്പോൾ കുഞ്ഞുവായ തുറന്നെത്ര ഗായകർ, മൺതുളകൾ തുറന്നിട്ട പ്രാണികൾ, പാട്ടുമാത്രമായി മാറുന്ന മാന്ത്രികം കേട്ടു യക്ഷസംഗീതമെന്നോർത്തുപോയി. കാറ്റുലഞ്ഞൻ മുളങ്കാടു ചായുന്നു, കാറ്റുലഞ്ഞൻ മുളങ്കാടു ചായുന്നു. ഞാൻ വനത്തിലാണെന്നു നിലയ്ക്കുന്നു. കുട്ടുകുട്ടുറു എന്നു പാടും ചിലർ. കൊട്ടുവാദ്യങ്ങൾ കോലാഹലങ്ങളിൽ. രാത്രി മന്ത്രവാദത്തിൻ്റെ ലോകമായി പൂത്ത ചെമ്പകം ദേവതാരൂപമോ. ചന്ദ്രമണ്ഡലത്തിൽ നിന്നു നേർത്തൊരു മഞ്ഞുതുള്ളി ചിലന്തി നെയ്യും വലത്തൊങ്ങലിൽ വന്നു വീഴുന്ന സ്പന്ദനം. ചന്ദ്രമണ്ഡലത്തിൽ നിന്നു നേർത്തൊരു മഞ്ഞുതുള്ളി ചിലന്തി നെയ്യും വലത്തൊങ്ങലിൽ വന്നു വീഴുന്ന സ്പന്ദനം. മണ്ണ് പൂവിനെ
ഉമ്മ വയ്ക്കേ മാഞ്ഞ് തന്നിലേക്കു മടങ്ങുന്നതില്ലയം. പൊട്ടി വീണ കുമിളയുടഞ്ഞതിൽ എത്ര ശോകം പരന്ന ജലോപരി. പൊട്ടി വീണ കുമിളയുടഞ്ഞതിൽ എത്ര ശോകം പരന്ന ജലോപരി. തൊട്ടുരുമ്മുമുടുപ്പിൻ്റെ സ്പർശവും കാമുകൻ്റെ വിരൽ പോലെ വീണയായി കോടികോശമുണർത്തും പ്രകമ്പനം. ശബ്ദശായി നിലാവിൻ്റെ പല്ലക്ക് സ്വപ്നജീവികൾ ചേർന്നു ചുമക്കുമ്പോൾ. ശബ്ദശായി നിലാവിൻ്റെ പല്ലക്ക് സ്വപ്നജീവികൾ ചേർന്നു ചുമക്കുമ്പോൾ. ഞാനുറങ്ങി കിടക്കുന്നതിൽ ചുറ്റു തൂണുപോലും തൊടുമ്പോഴേ മൂളുന്ന പാട്ട് കൊട്ടാരമാകുന്ന രാത്രിയിൽ. ശബ്ദശായി നിലാവിൻ്റെ പല്ലക്ക് സ്വപ്നജീവികൾ ചേർന്നു ചുമക്കുമ്പോൾ. ഞാനുറങ്ങി കിടക്കുന്നതിൽ ചുറ്റു തൂണുപോലും തൊടുമ്പോഴേ മൂളുന്ന പാട്ടുകൊട്ടാരമാകുന്ന രാത്രിയിൽ. ശ്രീ PM ഗോവിന്ദനുണ്ണിയെ കവിതാ വായനയ്ക്കായി ക്ഷണിക്കുന്നു. കവിതയുടെ പേര് ആടുകളുടെ വാതിൽ. ഞാൻ ആടുകളെ തുറന്നുവിട്ടു, എന്നിട്ടിപ്പോഴും അവരുടെ ഇറച്ചി തിന്നുന്നു. സ്വപ്നത്തിൽ ഒരു പർവ്വതം മുഴുവൻ, താഴ്വര മുഴുവൻ അവർ മേയുന്നതായി കാണുന്നു, വല്ലപ്പോഴും മുൾച്ചെടികളെ പ്രാപിക്കുന്നതായും. ഭോഗിക്കപ്പെടാത്ത ആകാശമായി മണ്ണിലെ തടാകം, ചോരയിറ്റുന്ന ലിപികളിൽ ചവിട്ടി ഒരു പുരോഹിതൻ അതുവഴി പോകുന്നു. ആടുകൾക്ക് അയാളല്ല വാതിൽ, ഞാനത് ആദ്യമേ തുറന്നിട്ടു, അതുവഴി അവർ കടന്നുപോയി. എന്നിട്ടും ഞാൻ തിന്നുന്നു അവരുടെ നെയ്യൂറുന്ന ഇറച്ചി. എന്നിട്ടും അവർ മേയുന്നു, പർവ്വതഭിത്തിയിൽ ഉടലുരയ്ക്കുന്നു, മേഘങ്ങളിൽ കയറി നിന്ന് നക്ഷത്രങ്ങളെ നക്കിത്തുടയ്ക്കുന്നു. പുരോഹിതന്റെ ചോരയ്ക്ക് വേണ്ടി ഒരു ദൈവം എന്നോട് കേഴുന്നു, ഞാനോ അവൻ കാൺകെ ഇറച്ചിയും ചാറും തിന്നുന്നു. അടച്ചിട്ട ലോകത്തിന്റെ അറ്റത്തെ ആരുമില്ലാത്ത ഗ്രാമത്തിൽ. വേണമെങ്കിൽ ആടുകൾ വരിവരിയായി മടങ്ങുന്നതും തീയിലും വെള്ളത്തിലും സ്നാനപ്പെടുന്നതും കാറ്റിന്റെ ദ്വാരത്തിലൂടെ എനിക്ക് കാണാം. കണ്ണുകൾ ഞാൻ പാതാളത്തിന് കൊടുത്തിരിക്കുന്നു, ശബ്ദത്തെ ഇരുട്ടിനും. എന്റെ ജീവൻ തടാകത്തിൽ ഇപ്പോൾ മുതലയായി നീന്തുന്നു. സാവധാനം ഒരു തീഗോളം മുകളിലൂടെ ഉരുണ്ടുമറിയുന്നു. ആലയിൽ ആടോ ആളോ ഇല്ല. എന്നിട്ടും ഞാൻ ഇറച്ചി തിന്നുന്നു. എന്റെ പ്രപഞ്ചത്തിൽ ദേവാലയങ്ങൾ ഇല്ല. എന്നിട്ടും ഒരു പുരോഹിതൻ, ഒരു ദൈവം, ഇറച്ചിക്കുമേൽ ഞാൻ, എനിക്കുമേൽ ആട്ടിൻപറ്റം. അവ മേഘങ്ങളിൽ നിന്ന് എടുത്തു ചാടുന്നു. ഭൂമിയും ഞാനും അവയുടെ മെതിക്കളം. ഒരു കവിത കൂടി വായിക്കും. സ്വപ്നങ്ങളുടെ പാഠാവലി. ഈ അടുപ്പും പുകതുപ്പാവുന്ന അടുക്കളക്കുഴലും എന്റേത്. ഇവയുള്ള പുസ്തകത്തിൽ ചെറിയ ചതുരത്തിൽ ഞാൻ പാർക്കുന്നു. ചായ്പിൽ വിറകുണ്ടായിരുന്നു, കിണറ്റിൽ വെള്ളവും. അപ്പവും വീഞ്ഞും ഞാൻ ഉണ്ടാക്കി. വേണ്ടതെല്ലാമുള്ള പുസ്തകത്തിലെ ചെറിയ ചന്തയിൽ നിന്ന് കുറച്ചു പുകയിലയും പഴയൊരു പൈപ്പും. ഞാൻ നെരിപ്പോടിനെ ഉണർത്തി, അപ്പവും ഇറച്ചിയും ചുട്ടു. അച്ഛനമ്മമാർ ഇല്ലാത്ത പുസ്തകത്തിൽ എനിക്ക് പാകമാവുന്ന അറ, മെത്ത, പുതപ്പ്.
എന്റെ ശരീരം വീഞ്ഞുചാറയേക്കാൾ വലുതല്ലായിരുന്നു. വലുതാവാനുള്ള വഴി പുസ്തകത്തിലും ഇല്ലായിരുന്നു. കുട്ടിയായിരുന്നു, എന്നാലും കുടിച്ചിരുന്നു. രണ്ടു നേരവും ഓരോ കോപ്പ. അതെനിക്ക് വിഷാദവും പ്രതീക്ഷയും തന്നു. പുസ്തകത്തിലില്ലാത്തതൊന്നും ഞാൻ മോഹിച്ചില്ല. എന്റെ ജോലികൾ ഞാൻ സ്വയം ചെയ്തു. അയൽക്കാരില്ലാത്തതുകൊണ്ട് തീയിനോട് മിണ്ടി, വീഞ്ഞിനോട് ചിരിച്ചു. മരിച്ച പിതാവിനു വേണ്ടി പുകയിലയും പൈപ്പും കരുതി. തലയിണയ്ക്ക് അമ്മയുടെ കണ്ണുകൾ വരച്ചു. ജനാലപ്പുറത്ത് ഒരു മഞ്ഞുമുയൽ എനിക്ക് വേണ്ടി മാത്രം എന്നും വന്നു നിന്നു. ഞാനയച്ച കുറുക്കൻ ചാടി വീഴും മുമ്പ് എന്റെ തോക്കുകാരൻ നിറയൊഴിച്ചു. കുറുക്കൻ ഇല്ലാതായി. തോക്കുകാരനും മുയലും ഇല്ലാതായി. കൊട്ടയിൽ ശേഷിക്കുന്ന മയങ്ങുന്ന കളിപ്പാട്ടങ്ങളെ വാരിയെടുത്ത് മാറോടടുക്കി പെട്ടിയിൽ തന്നെ അടച്ചുവെച്ച് വാതിൽ തുറന്ന് അവരെ തിരഞ്ഞുപോയി. മഞ്ഞുമൂടിപ്പോയ പാതയിലൂടെ വഴിതെറ്റാതെ ഞാൻ മടങ്ങി. ചൂടുള്ള കൂൺസൂപ്പും ഇറച്ചിയും തിന്ന് പ്രിയപ്പെട്ട മെത്തയിൽ കിടന്നു. തലയിണയെ തലോടി ഉമ്മ വെച്ചു, ഉറങ്ങി. ഉറക്കത്തിൽ അമ്മയ്ക്ക് എന്നും എഴുതാറുള്ള കത്തുകൾ എഴുതി. ഉടൻ തന്നെ നെരിപ്പോടിലിട്ടു. എന്റെ സന്ദേശം പുകഞ്ഞു പുകഞ്ഞ് മുയലും കുറുക്കനും ഉന്നമറിയാത്ത തോക്കുകാരനും പോയ വഴിയെ അടുക്കളക്കുഴലിലൂടെ ആകാശത്തേക്കുയർന്ന് താളുകൾക്കപ്പുറത്തേക്ക്, കാഴ്ചയ്ക്കപ്പുറത്തേക്ക് എങ്ങുപോയി. ഒരു ചെറിയ കവിത കൂടി വായിക്കാം. ഈ കൊറോണയുടെ ആ ഏകാന്ത നാളുകളിൽ ഓർമ്മിച്ചിട്ട്. യതി കടൽ നായ്ക്കൾ മയങ്ങിക്കിടക്കുന്ന പാറപ്പുറത്ത് എന്റെ വഴുക്കുന്ന വാക്കുകൾ നിങ്ങൾ വായിച്ചുവോ കാതടപ്പിക്കുന്ന ഒച്ചയിൽ? മഞ്ഞുമലകൾ ഇടിഞ്ഞുവോ അതിന്റെ സ്പന്ദനത്തിൽ? നദികൾ ഉദ്വേഗത്തോടെ ഉണർന്നു പാഞ്ഞുവോ അതിന്റെ പ്രകമ്പനത്തിൽ? പതിഞ്ഞ മട്ടിൽ പതിപ്പിച്ച പാദങ്ങൾ സ്വയം മണത്ത് ഹിമക്കരടിയെപ്പോലെ അതുവഴി വന്നുവോ? ഞാൻ അവിടെ ചെന്നതിന്റെ ഒരേ ഒരടയാളം, എനിക്ക് പോലും അറിയാത്ത ലിപിയിലുള്ള ആ എഴുത്ത്. മേഘങ്ങൾ പതഞ്ഞു പൊങ്ങിയ ആകാശത്തിൽ ചാരി അരൂപികളായ സഞ്ചാരികളെ ഗ്രഹിച്ചുവോ നിങ്ങൾ ശരിക്കും? നന്ദി, നമസ്കാരം. കവിതാവതരണവുമായി നമുക്കൊപ്പം എത്തുന്നത് ശ്രീ നസീർ കടിക്കാടാണ്. നമസ്കാരം. ചെറിയൊരു കവിത, 2 കവിത വായിക്കാമെന്ന് കരുതുന്നു. കവിതയുടെ പേര് സമയവും മത്സ്യവും. രാത്രി വളരെ വൈകിയ നേരത്ത് കടലിൽ വല വിരിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് മടങ്ങി. ഇരുട്ടിൽ അയാളുടെ മുഖം അവ്യക്തമായിരുന്നു. ആകാശത്ത് ഒരു നക്ഷത്രം മാത്രം മിന്നി നിന്നിരുന്നു. പുലരുന്നതിനും മുമ്പേ കൃത്യം 3:10 കടൽ പോലെ പരന്നൊരു മത്സ്യം വലയിൽ കുടുങ്ങിയത് ആകാശത്തിരുന്ന് നക്ഷത്രം കണ്ടു. ജലമൊരു കെണിയാണോ എന്ന സംശയത്തോടെ മത്സ്യം വാലിളക്കിയും ചെകിള തുറന്നും വലയിൽ പിടഞ്ഞു. നക്ഷത്രം വിരൽ നീട്ടി മത്സ്യത്തെ തൊട്ടു. ഞാനും നിന്നെപ്പോലെ ആകാശവും ഒരു കെണിയാണ്. ലോകവും വലവിരിച്ചിട്ടയാളും ഉറങ്ങിക്കിടന്ന ആ രാത്രിയിൽ നേരം പുലരുന്നതിന് തൊട്ടു മുമ്പ് വരെ മത്സ്യവും നക്ഷത്രവും സംസാരിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ 6:45 അവരവരുടെ വലകളിൽ മത്സ്യവും നക്ഷത്രവും മരിക്കുമ്പോൾ വലക്കാരൻ അയാളുടെ വീടിന്റെ ജനാലയിലൂടെ ആകാശം നോക്കിക്കിടന്നു. കടലിന്റെ ശബ്ദം കേട്ടു. 7 മണിവരെയെങ്കിലും കിടക്കാമെന്ന് ജനാല അടയ്ക്കുമ്പോൾ അയാളൊന്ന് പിടഞ്ഞു. വീടും ഒരു കെണിയാണ്. ഒരു ചെറിയ കവിത കൂടി വായിക്കാം. എഴുതണമെന്ന് വിചാരിച്ചത് പലപ്പോഴും എഴുതാൻ പറ്റാറില്ലാത്ത പോലെയാണ്. ഞാനിന്ന് വായിക്കണമെന്ന്
വിചാരിച്ച കവിത അല്ല വായിക്കുന്നത്. അതെന്താണെന്നറിയില്ല, ചിലപ്പോഴും അങ്ങനെ പറ്റുന്ന ഏറ്റവും അവസാനത്തെ കവിത. ഏറ്റവും അവസാനത്തെ കവിതയിലാണിപ്പോൾ എൻ്റെ പ്രതീക്ഷ. അതെന്നെ എല്ലാവർക്കും പരിചിതനാക്കും. ഏറ്റവും അവസാനത്തെ കവിതയിൽ എല്ലാവരുടെയും ജന്മദേശം, എല്ലാവരുടെയും വീട്, പാതിയായ നഗരനിർമ്മിതികൾ, പാതി തുറന്നിട്ട ജനാലകൾ. ഏറ്റവും അവസാനത്തെ കവിതയിലെ ആകാശത്തെക്കുറിച്ചുള്ള വർണ്ണന എല്ലാവർക്കും സ്വീകാര്യമാവും. പഴക്കമേറിയ കണ്ടെത്തലാണെങ്കിലും പറന്നു നടക്കുന്ന പട്ടത്തെക്കുറിച്ച് പോലും എല്ലാവരും അന്നേരം സംസാരിക്കും. എന്റെ വളർത്തുനായയുടെ പേര്, എന്റെ മുറിയുടെ മൂലയിലിരിക്കുന്ന കുടയുടെ പഴക്കം, എന്റെ കണ്ണടച്ചില്ലിന്റെ സൂക്ഷ്മത, എന്റെ എല്ലാം അവസാനത്തെ കവിതയിലുണ്ടാവും. എന്റെ വളർത്തുനായയോടൊപ്പം എല്ലാവരും വൈകുന്നേരം നടക്കുവാനിറങ്ങും. എല്ലാ മഴയിലും എന്റെ കുട നിവർത്തും. എല്ലാ കാഴ്ചയിലേക്കും എന്റെ കണ്ണട ധരിക്കും. ഏറ്റവും അവസാനത്തെ കവിതയിൽ നിന്ന് മണം എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരിലേക്കും വ്യാപിക്കും. ഇടിമിന്നലുകൾ ഉണ്ടാകുന്നതിന്റെ രഹസ്യം എല്ലാവരിലും അന്നേരം വെളിപ്പെടും. ഏറ്റവും അവസാനത്തെ കവിതയിൽ നിന്ന് മറന്നുപോയ വൃക്ഷങ്ങളുടെ പേരുകളും ജീവജാലങ്ങളുടെ ശബ്ദങ്ങളും വാതിലുകളുടെ നിറങ്ങളും ചുണ്ടുകളുടെ രുചികളും എല്ലാവർക്കും തിരിച്ചു കിട്ടും. ഏറ്റവും അവസാനമായി ഞാൻ ഒരു കവിത എഴുതിയില്ല എങ്കിൽ വീടിന് ചുറ്റുമുള്ള മതിൽക്കെട്ടിലേക്ക് വള്ളിച്ചെടികൾ എങ്ങനെ പടരുമായിരുന്നു എന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അലാറം വെച്ച നേരങ്ങളും, എന്റെ ഫോൺ ശബ്ദിച്ച നേരങ്ങളും, ഞാൻ ഞെട്ടിയെഴുന്നേറ്റ നേരങ്ങളും, ഞാൻ തീവണ്ടി കാത്തുനിന്ന നേരങ്ങളും എല്ലാവരെയും ഒരേ വരിയിൽ ഒരു ക്യൂവിലെന്ന പോലെ അച്ചടക്കത്തോടെ നിർത്തും. ഏറ്റവും അവസാനത്തെ കവിതയിൽ ഞാൻ എല്ലാവരെയും കൃത്യമായി അഭിസംബോധന ചെയ്യും. സത്യപ്രതിജ്ഞ ഉറക്കെ വായിക്കും. എല്ലാവരും അത് ഏറ്റുചൊല്ലും. നന്ദി. ശ്രീ PB ഋഷികേശനെ കവിതാ വായനയ്ക്കായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KGSഉം മറ്റ് പ്രിയപ്പെട്ട കവികളുമുള്ള ഈ വേദിയിൽ കവിത വായിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2 ചെറിയ കവിതകളാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കവിതയുടെ പേര് സൗമ്യഭാഷ. ഞാഞ്ഞൂളിനോട് പറയുന്നുണ്ടാവും അതിൻ്റെ തന്നെ ഭാഗമായിരുന്ന മറ്റൊരു ഞാഞ്ഞൂൾ അത് ഉദ്ദേശിച്ചതെല്ലാം ഉടൽ പലതരത്തിൽ തൊട്ടുകൊണ്ട്. എന്നാൽ മറ്റൊരു മണ്ണിൽ ജനിച്ചു വളർന്ന വേറൊരു ഞാഞ്ഞൂൾ ഒരു JCBയിലോ തൂമ്പയിലോ കുറച്ചു നേരം കിടന്ന് ഇതേ തെങ്ങിൻ്റെ തന്നെ കടയ്ക്കൽ വന്നാൽ ഒരാൾ പറയുന്നത് മറ്റേയാൾ തിരിച്ചറിയുമോ? ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നവരെ പോലെ അവർ ഒരു നിമിഷം അനങ്ങാതെ നിൽക്കും. ഓരോ ദേശത്തെ ഞാഞ്ഞൂളിനും ഓരോരോ ഭാഷകൾ ഉണ്ടാവില്ലേ? വേറെ വേറെ സ്പർശത്തിൻ്റെ രീതികൾ, തൊടുന്നതിന് ഒരു ലിപിയുണ്ടാവും, പറയാനൊരു സ്പർശഭാഷ, ആ ഭാഷയും ക്രമേണ മാറുന്നുണ്ടാവും മുറിവനുസരിച്ച്. ഞാഞ്ഞൂൾ രൂപത്തിലല്ലാതെയും 100 കണക്കിന് വേറെ ജീവികൾ ഈ തെങ്ങിൻ്റെ ചുറ്റിപ്പറ്റിയില്ലേ? അതിലൊരാളോട് എന്തെങ്കിലും മിണ്ടണമെങ്കിലോ? എല്ലാവർക്കുമായി ഒരു പൊതുഭാഷയുണ്ടോ? ഇല്ലല്ലോ. നമുക്കുണ്ടാക്കാം, അത് ഹിന്ദി തന്നെ ആക്കാം. രണ്ടാമത്തെ കവിതയുടെ പേര് യുദ്ധം. അത്തിതന്നിലച്ചോട്ടിൽ ബങ്കറിൽ 100,000 പച്ചിലയൊരുക്കിയ പളുങ്കു കൂടാരത്തിനകത്ത വെളിച്ചത്തിൽ ഉരുക്കു കാന്താരത്തിൻ വള്ളിയിൽ തൂങ്ങിക്കൊണ്ടാണ് 8 ദിക്കിലും കാലുപരത്തി ചിലന്തിയായി നിൽക്കുന്നു നീ. ഞാൻ വെള്ളപ്പുഴുവായി ഇലയുടെ തുമ്പത്ത് ഭൂപടം വരയ്ക്കുന്നു. ആ രക്തക്കടൽ തീരം നോക്കി നിൽക്കുവാൻ വയ്യാതൊഴുകി താഴെ തൂർന്നു വീഴുന്നു നദീമുഖം.
ധൂമവള്ളികൾ ഓരോ മരവും വളയുന്നു, ഭക്ഷണം ജലം മരുന്നൊക്കെയും തടയുമ്പോൾ തീരത്തിലുറയുന്നു കാലങ്ങൾ. അനാഥമാം കുഞ്ഞുപാദങ്ങൾ, വിരൽത്തുമ്പുകൾ, കളിപ്പാവ കഷ്ണങ്ങൾ സമസ്തവും ഞെണുങ്ങി ഞെരിയുന്നു. പറക്കാനാവാത്തവർ പിടഞ്ഞു മരിക്കുന്നു. ഷഡ്പദാവലി ഓരോ പുസ്തകങ്ങളാണ്, ഓരോ ജന്മവും ചരിത്രമായി തീരുന്ന മണൽത്തരി. ഈ മുനമ്പിലെ കരച്ചിലിനെ കേൾക്കാത്തോരേ, ഞാൻ എന്നെ അറിയുന്ന പോലെയാവുമോ നിങ്ങൾ എന്നെയും അറിയുക? മറിച്ചും അതാവുമോ? കാഴ്ച കേൾവിയെ കൂട്ടിക്കുഴച്ചിടുമ്പോൾ, സ്പർശഗന്ധങ്ങൾ അവബോധത്തെ അട്ടിമറിക്കുമ്പോൾ, ഞാൻ എന്നെ അറിയുന്നതിൽ ഒരു തരി പോലുമെങ്കിലും ഞാൻ എങ്ങാനും അനങ്ങാൻ തുടങ്ങുന്ന നിമിഷം കരിമ്പുലി പോലെ വീഴുകൻ ഉടൽ പിഴിഞ്ഞു വഴിയുന്ന രസത്താൽ നീ ഞാനാകുന്നെന്നു നീ അറിയുക. ഞാനും അതറിയുമ്പോൾ നമുക്ക് നിർത്താം യുദ്ധം, രണ്ടല്ലെന്നറിയുമ്പോൾ എന്തിനീ അതിർത്തികൾ. നന്ദി. ബിലു പത്മിനി നാരായണനെ കവിതാ വായനയ്ക്കായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പര്യായപദങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള കവിതയാണ്. എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിലും അധ്യാപിക എന്നുള്ള രീതിയിലും ചിലപ്പോഴൊക്കെ കുട്ടികൾ ഈ കാടിന് അല്ലെങ്കിൽ ഈ കാട്ടിൽ എന്തോരം ഫോറസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം അതൊരു തമാശയായിട്ട് എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ തോന്നുന്നു കവികൾ പോലും, കവികളായിട്ടായാലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തപ്പലിൽ നമ്മളും പൊതുഭാഷയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ പദങ്ങളിലേക്ക് നമ്മളും അന്വേഷണത്തെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. അത്തരം ചില ചിന്തകളിൽ നിന്നുണ്ടായൊരു കവിതയാണ് പര്യായക്കാട്. അടവിയൻ നേടിയ അവസാന കവിയും മിടിപ്പറ്റു വീണതോടെ ഭാഷയിൽ കാട് പേടിച്ചു ചുറ്റും നോക്കി. അടവിയൻ എഴുതിയ അവസാന കവിയും മിടിപ്പറ്റു വീണതോടെ ഭാഷയിൽ കാട് പേടിച്ചു ചുറ്റും നോക്കി. വകുപ്പ് പേരുപലകകളിൽ ചായം വരച്ചുവെച്ച വാക്കിന്റെ ഗമയോടെ TV പേജിലും പത്രപ്പേജിലും പാറി നടക്കുന്ന വനം പണ്ടേ ഭാഗം പിരിഞ്ഞുപോയിരുന്നു. വകുപ്പ് പേരുപലകകളിൽ ചായം വരച്ചുവെച്ച വാക്കിന്റെ ഗമയോടെ TV പേജിലും പത്രപ്പേജിലും പാറി നടക്കുന്ന വനം പണ്ടേ ഭാഗം പിരിഞ്ഞുപോയിരുന്നു. കോമാരോഗിയെപ്പോലെ മരണമയക്കത്തിലായിരുന്ന കാന്താരം അയൽപ്പക്കം കടന്നിടക്കി വന്ന ഒരു സിനിമാപ്പേരു കുത്തിവെപ്പിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പകച്ചു കിടന്നു. കോമാരോഗിയെപ്പോലെ മരണമയക്കത്തിലായിരുന്ന കാന്താരം അയൽപ്പക്കം കടന്നിടക്കി വന്ന ഒരു സിനിമാപ്പേരു കുത്തിവെപ്പിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പകച്ചു കിടന്നു. മരമൃഗാദികൾ, ചെളിച്ചതുപ്പുകൾ, പലതരം പച്ചകൾ, പ്രാണികൾ ചേർന്ന ഇരുണ്ട ജീവന്റെ പരപ്പിനെ കണ്ട് വിശപ്പിനെ തിന്ന് ഉടമ്പുകൾ കോർത്ത് ആദിയിൽ നാം ഇഴഞ്ഞു നിവർന്ന കാലത്ത് തൊണ്ടയിൽ ഈ കാടിന് ആദ്യമായി ചുരന്ന വാക്കെന്താവും? മരമൃഗാദികൾ, ചെളിച്ചതുപ്പുകൾ, പലതരം പച്ചകൾ, പ്രാണികൾ ചേർന്ന ഇരുണ്ട ജീവന്റെ പരപ്പിനെ കണ്ട് വിശപ്പിനെ തിന്ന് ഉടമ്പുകൾ കോർത്ത് ആദിയിൽ നാം ഇഴഞ്ഞു നിവർന്ന കാലത്ത് തൊണ്ടയിൽ ഈ കാടിന് ആദ്യമായി ചുരന്ന വാക്കെന്താവും? കേറി പോകുമ്പോൾ മൊട്ടക്കുന്നിന്റെ ഉച്ചിയിൽ വെച്ചോ, ഇറങ്ങി ചെല്ലുമ്പോൾ നീലക്കടൽ കണ്ട തീരത്തു നിന്നോ, വിട്ടുവന്ന ദിക്കിലേക്ക് വിരൽ ചൂണ്ടി പകച്ച് ഒരാൾ, ആദ്യത്തെയാൾ നിന്നെ ഒച്ചയിലേക്ക് പകർത്തിയിരിക്കും. ആ എന്ന് ആഞ്ഞലറുന്നതിനിടയിൽ കുറുനാക്ക് തൊണ്ടയിലമർന്ന് കാ എന്നൊരു കാറൽ പിന്നെ കാടായി പിടച്ചു നീണ്ടിരിക്കും. കേട്ടു ചൊല്ലുന്നു പിന്നൊരാൾ, പിന്നെയും മറ്റൊരാൾ, വേറൊരാൾ. കേറി പോകുമ്പോൾ മൊട്ടക്കുന്നിന്റെ ഉച്ചിയിൽ വെച്ചോ, ഇറങ്ങി ചെല്ലുമ്പോൾ നീലക്കടൽ കണ്ട തീരത്തു നിന്നോ, വിട്ടുവന്ന ദിക്കിലേക്ക് വിരൽ ചൂണ്ടി പകച്ച് ഒരാൾ, ആദ്യത്തെയാൾ നിന്നെ ഒച്ചയിലേക്ക് പകർത്തിയിരിക്കാം. ആ എന്ന് ആഞ്ഞലറുന്നതിനിടയിൽ കുറുനാക്ക് തൊണ്ടയിലമർന്ന് കാ എന്നൊരു കാറൽ പിന്നെ കാടായി പിടച്ചു നീണ്ടിരിക്കും. കേട്ടു ചൊല്ലുന്നു പിന്നൊരാൾ, പിന്നെയും മറ്റൊരാൾ, വേറൊരാൾ. അപ്പോൾ ഞങ്ങളോ എന്ന് വനം, കാനനം, വിപിനം, കാന്താരം, അടവിയാദികൾ അപ്പാടെ ഒച്ചകൂട്ടി. അപ്പോൾ ഞങ്ങളോ എന്ന് വനം, കാനനം, വിപിനം, കാന്താരം, അടവിയാദികൾ അപ്പാടെ ഒച്ചകൂട്ടി. ഭാഷയുടെ ഡാർവിൻ എവിടെയെന്ന് ശബ്ദതാരാവലി ചട്ടയിൽ കയറി നിന്ന് ഒപ്പം കൂടിയ വാക്കുകൾ മുദ്രാവാക്യം മുഴക്കി. പൂച്ചയെന്ന് വിളിച്ചാൽ എപ്പോഴും താൻ വിളി കേൾക്കില്ലെന്ന് മാർജാരൻ മുരണ്ടു. പൂച്ചയെന്ന് വിളിച്ചാൽ എപ്പോഴും താൻ വിളി കേൾക്കില്ലെന്ന് മാർജാരൻ മുരണ്ടു.
ഇരുളിൽ ചേർന്നമരുന്നതിൻ്റെ പതുങ്ങലാ പേരിനില്ല. പൂവെന്നെഴുതിയാൽ എപ്പോഴും തങ്ങൾ വിടരില്ലെന്ന് സൂനങ്ങൾ കട്ടായം പറഞ്ഞു. പുറത്തു കാണിക്കാത്തൊരിതളിൻ്റെ ഒളിമണം അതിൽ ചേരില്ല. പൂവെന്നെഴുതിയാൽ എപ്പോഴും തങ്ങൾ വിടരില്ലെന്ന് സൂനങ്ങൾ കട്ടായം പറഞ്ഞു. പുറത്തു കാണിക്കാത്തൊരിതളിൻ്റെ ഒളിമണം അതിൽ ചേരില്ല. കു എന്ന് ചേരുന്ന നീയും ഞാനും തമ്മിൽ ഇല്ല ചാർച്ചയെന്ന് സുമം കുസുമത്തോട് മുഖം കൂട്ടി. കു എന്ന് ചേരുന്ന നീയും ഞാനും തമ്മിൽ ഇല്ല ചേർച്ചയെന്ന് സുമം കുസുമത്തോട് മുഖം കൂട്ടി. സിനിമാ പാട്ട് വരികൾക്കുള്ളിൽ ഇപ്പോഴും മിണ്ടാട്ടം മുട്ടിയിട്ടില്ലാത്ത മലർ പുറത്തേക്ക് എത്തി നോക്കി ആശ്വാസ വീർപ്പിട്ടു. സിനിമാ പാട്ട് വരികൾക്കുള്ളിൽ ഇപ്പോഴും മിണ്ടാട്ടം മുട്ടിയിട്ടില്ലാത്ത മലർ പുറത്തേക്ക് എത്തി നോക്കി ആശ്വാസ വീർപ്പിട്ടു. പുളിനം തീരത്തോട് കൂന്തൽ മുടിയോട് അംബുജം താമരയോട് കൊണ്ടൽ മേഘത്തിനോട് ഉടു നക്ഷത്രത്തിനോട്. പുളിനം തീരത്തോട് കൂന്തൽ മുടിയോട് അംബുജം താമരയോട് കൊണ്ടൽ മേഘത്തിനോട് ഉടു നക്ഷത്രത്തിനോട്. പരമാണുവിൽ നിന്ന് പെരുംപിറവികൾ പോലെ പുരാജീവ കാലങ്ങളിൽ നിന്ന് കാറ്റിലുലാത്തിവരും വിത്തുകൾ പോലെ പല നാട്ടുപേച്ചുകളിൽ നിന്ന് മുളപൊട്ടി നീർന്ന വാക്കുകൾ, പര്യായ നാനാർത്ഥങ്ങൾ, ഭാഷയുടെ വേലിയെതിരുകളിൽ ആരും എത്തിനോക്കാത്ത പുസ്തകമൂലകളിൽ പൊടിക്കാറ്റുതിർന്ന് പതുക്കെ തൂർന്നു തീരുന്ന കുഴികളായി വാതുറന്നു കിടന്നു. കൊല്ലപരീക്ഷയ്ക്ക് കാടിന്റെ പര്യായ ചോദ്യത്തിന് ഫോറസ്റ്റ് എന്നെഴുതി കോമയിട്ട് കിട്ടാവാക്കുകൾക്ക് കുത്തിട്ട് വെച്ച് കുട്ടി ക്ലാസ് ഇറങ്ങിപ്പോയപ്പോൾ ചന്ദ്രക്കലയുടെ മുനകൊണ്ടു തോണ്ടി കാട് ഫോറസ്റ്റിന്റെ കെട്ടുപുള്ളിയിൽ തൊട്ടു. ചുവന്ന വെട്ടുവര വീഴുന്ന നേരം വരെ ഒറ്റയ്ക്കല്ലെന്ന ഉൾത്തണുപ്പോടെ ഫായുടെ മുട്ടത്തലയിൽ തോൾച്ചായിച്ചു കിടന്നു. കൊല്ലപരീക്ഷയ്ക്ക് കാടിന്റെ പര്യായ ചോദ്യത്തിന് ഫോറസ്റ്റ് എന്നെഴുതി കോമയിട്ട് കിട്ടാവാക്കുകൾക്ക് കുത്തിട്ട് വെച്ച് കുട്ടി ക്ലാസ് ഇറങ്ങിപ്പോയപ്പോൾ ചന്ദ്രക്കലയുടെ മുനകൊണ്ടു തോണ്ടി കാട് ഫോറസ്റ്റിന്റെ കെട്ടുപുള്ളിയിൽ തൊട്ടു. ചുവന്ന വെട്ടുവര വീഴുന്ന നേരം വരെ ഒറ്റയ്ക്കല്ലെന്ന ഉൾത്തണുപ്പോടെ ഫായുടെ മുട്ടത്തലയിൽ തോൾച്ചായിച്ചു കിടന്നു. കവിതാ വായനയിൽ അടുത്തതായി ലിസ പുൽപ്പറമ്പിൽ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയ കവി KGS, മറ്റ് പ്രിയ കവികളെ, മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കാത്തുവെച്ച അതിവൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ ഒളിച്ചു വയ്ക്കാൻ ഇനി കഴിയില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ എഴുതാറുള്ളത്. അത്തരം അതിവൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് എൻ്റെ കവിതകൾ. പിന്നീടാണ് രാഷ്ട്രീയപരമായിട്ട് ഞാൻ കവിതയെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. 1, 2, 3 കവിതകൾ വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഒഴിഞ്ഞ പലക. കണ്ണിമയ്ക്കാതെ അരികത്തിരുന്നിട്ടും പറയാതെ അറിയാതെ നീ പോയി മറിഞ്ഞതിന് ശേഷം മുടന്തി നീങ്ങുന്നു കാലം. ഉടൽ മൂടി നിഴൽ വീണു നീ ഉറങ്ങും മണ്ണിൽ പച്ചക്കുളിർപ്പുകൾ തലചായ്ക്കുന്നു. നീണ്ട മുടിയിലൊരു തളിർപ്പൂ, മറിഞ്ഞു കിടപ്പൂ വെറ്റില ചെല്ലം. എറിഞ്ഞു കളഞ്ഞതെല്ലാം പെറുക്കിയെടുത്ത് നീ നിറച്ച പനങ്കുറ്റികൾ, പൂതലിച്ച അലമാരകൾ, കോതിക്കെട്ടിയ കൊതുമ്പുകൾ, കമുകിൻ പാളകൾ, ചൂട്ടുകറ്റകൾ, ഓർമ്മകൾ കത്തുന്ന അടുപ്പുകൾ, എന്നും തൊട്ടുറക്കിയ കൈകൾ, തീരാപണികളാൽ തേഞ്ഞു തുരുമ്പിച്ച വിരലുകൾ, എൻ്റെ തോൽവികളിലേക്ക് തോരാതെ ചോർന്നൊലിച്ച ഉപ്പുമഴകൾ, മുഖമമർത്തിക്കിടന്നിട്ട് മതി വരാത്ത കനിവോതും മൃദുമടിത്തട്ടുകൾ. എത്ര അനാഥമീ ലോകം, അത്രയും ഏകാന്തമാം ജീവൻ. വ്യഥപൂണ്ട ജീവിതം പ്രഥ കെട്ടിപ്പടുക്കുന്നു, വീഴുന്നു, വെറുതെ വീണ്ടും ഒരുങ്ങുന്നു. കരളിൻ്റെ മേലാപ്പിലേറും കരിങ്കൂടിൽ നിറഞ്ഞ ചിരികൾ, ഒച്ചകൾ. കരളിൻ്റെ മേലാപ്പിലേറും കരിങ്കൂടിൽ നിറഞ്ഞ ചിരികൾ, ഒച്ചകൾ. മരണമേൽക്കാത്ത ഓർമ്മകൾ, നിലച്ചുപോയ ഘടികാരങ്ങൾ. അടുത്ത കവിതയുടെ പേര് പെണ്ണ്. തെരുവിൽ ഇരുട്ടിൻ്റെ ഓരം പറ്റി കറുത്ത് എല്ലുന്തി അവൾ പിടഞ്ഞോടുന്നു. വരിഞ്ഞു കെട്ടിയ മുൻകാലിൽ പരുക്കേറ്റ് ഏന്തിയും കിതച്ചും ആഞ്ഞു വലിച്ചും എരിഞ്ഞു കത്തി പുറത്തേക്കുന്തിയ പിളർപ്പ്.
മറച്ചു പിടിക്കാനാവാതെ പല്ലിളിച്ച് കുരച്ചു ചീറ്റി വാലു താഴ്ത്തി പമ്മി പമ്മി മറ തേടി ഇഴഞ്ഞിഴഞ്ഞ് ഒഴിഞ്ഞ് അവൾ. അടുത്തത് മാംസനിബദ്ധമാണ് രാഗം. പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ മഴ വീഴുമ്പോൾ കാലം കടത്തിക്കൊണ്ടുവന്ന കാറ്റിനോടൊപ്പം നിന്റെ ഓർമ്മ തരിച്ചുണരുന്നു. ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് വിചാരം കൊള്ളുമ്പോൾ ജീവിതം പെരുമഴത്തുള്ളികളായി ഇരമ്പുന്നു. ലോകത്തിൻ്റെ രണ്ടറ്റത്ത് ആരോ അടിച്ചു താഴ്ത്തിയ ഇരു കുറ്റികളായി നാം നനയുന്നു. ഉണങ്ങിയ പുറന്തോടുരിച്ച് ഉയിർക്കൊള്ളുന്നു. നിലാവ് വീണ പുഴയോരങ്ങൾ കടന്ന് ഇണചേരുന്ന കാടുകളിലേക്ക് യാത്ര പോകുന്നു. പ്രണയമേ, നിന്റെ സാന്നിധ്യം മാസ്മരികമായ ഉണർവിനാൽ ഉന്മാദമാകുന്നു. മുട്ടുകൾ ഉണരുന്നു, മിന്നലേൽക്കുന്നു, മണ്ണിൻ്റെ വേര് പൊട്ടുന്നു. ആദിമമായ വിശപ്പ് വീണ്ടു പൊട്ടി പഴുത്തു പാകമായ കനിക്കാങ്കുപിള്ളെ രുചിക്കുന്നു. നാം പരസ്പരം ഇര തേടുന്നു. മാംസം രാഗനിബന്ധമാണ്. താങ്ക് യു. നന്ദി. കഴിഞ്ഞു. മലയാള കവിത മരിക്കുന്നു എന്ന അർത്ഥരഹിതമായ സംശയത്തിന് ശക്തമായ മറുപടിയാണ് ILFK 2024 ഈ വേദിയിൽ ഉയർന്നത്. ആശയങ്ങളുടെ വൈവിധ്യവും ആസ്വാദ്യകരവുമായ കവിതകളാണ് ഇവിടെ ഉയർന്നു കേട്ടത്. മലയാളത്തിന്റെ പ്രിയ കവികളായ അധ്യക്ഷത വഹിച്ച ശ്രീ KGS, സച്ചിദാനന്ദം പുഴങ്കര, KR ടോണി, S ജോസഫ്, വീരാൻകുട്ടി, S കലേഷ്, MR രേണുകുമാർ, വിഷ്ണു പ്രസാദ്, ശ്രീകുമാർ കരിയാട്, ശിവകുമാർ അമ്പലപ്പുഴ, S കണ്ണൻ, ഇന്ദിര അശോക്, PM ഗോവിന്ദനുണ്ണി, നസീർ കടിക്കാട്, PB ഹൃഷികേശൻ, ബിലു പത്മിനി നാരായണൻ, ലിസ പുൽപ്പറമ്പിൽ എന്നിവർക്ക് ബഹുമാനപൂർവം, ആദരപൂർവം, സ്നേഹപൂർവം നന്ദി.